السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു സായാഹ്നത്തിൽ റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ നിർഭയത്വം എത്രത്തോളം അനിവാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് മനസ്സിലാകണമെങ്കിൽ സാധാരണ പറയുന്നത് പോലെ കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെ ഇതൊന്ന് അല്പനേരം നീങ്ങിയാലാണ് നമുക്കതിൻ്റെ ഒരു വില ശരിക്കും മനസ്സിലാവുക. കുറച്ചൊക്കെ ബുദ്ധിയും ചിന്തയുമുള്ള ആളുകൾക്ക് ഫലസ്തീനിൻ്റെ ദൃശ്യങ്ങളും മറ്റൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത്, ആഴം മനസ്സിലാകുന്നുണ്ടാവും. എത്രത്തോളം നമ്മളേറ്റവും പ്രിയപ്പെട്ടതായി കാണുന്ന സമ്പത്തും സൗകര്യങ്ങളും ഇതൊന്നും വേണ്ട എന്നുള്ളത് ശരിക്കും നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുടുംബത്തോടൊപ്പം ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് ഒരുമിച്ചിരിക്കാൻ പറ്റിയെങ്കിൽ, അല്ലേ, വലിയ വീടില്ലെങ്കിലും ഒരു കൂര ഉണ്ടായെങ്കിൽ, അതിൽ വിളക്ക് കത്തിച്ചിട്ടെങ്കിലും രാത്രിയുടെ ഇരുട്ടിനെ നീക്കാൻ പറ്റിയെങ്കിൽ, വിഭവസമൃദ്ധമായ ഭക്ഷണമൊന്നുമില്ലെങ്കിലും വിശപ്പടക്കാൻ പറ്റിയെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും നമ്മെപ്പോലെ രാജകീയമായി ജീവിച്ചവരായിരുന്നിട്ട് പോലും ജീവിത സാഹചര്യം മാറി മറിഞ്ഞപ്പോൾ ഉണ്ടായത്. ഒരു വേള നമ്മൾ ഭയക്കുന്ന രോഗം, അസ്വാതന്ത്ര്യം, കലാപം, ഇതെല്ലാം നമ്മളെ ബാധിക്കുമ്പോൾ ഒരു വേള ഇത് അനുഭവിക്കും. കേരളത്തിൽ മാറി വന്ന ചില പ്രളയങ്ങൾ, അതിൽ ഗൾഫിൽ ജോലി ചെയ്ത് അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ മക്കൾക്കൊരുക്കി കൊടുത്തൊരു പിതാവ് പറയുന്നുണ്ട്, ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ രാജകുമാരിയെപ്പോലെ ഞാൻ വളർത്തിയ എൻ്റെ മകള്, അവള് ഏതോ ഒരാൾ കൊടുത്ത ഒരു റെയിൻ കോട്ടിട്ട്, പഴയൊരു കോട്ടിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ദുരന്തങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളുമൊക്കെ മനുഷ്യനുണ്ടാക്കുന്ന അസ്വസ്ഥതയും അസമാധാനവും ചില്ലറയല്ല. അതുകൊണ്ട് തന്നെയാണ് നിർഭയത്വം എന്നത് വലിയൊരു കാര്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടത്.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, ഈ ലോകം മുഴുവൻ കിട്ടിയവൻ ആരാണ്? ലോകം മുഴുവൻ കിട്ടിയവൻ ആരാണ്? ഒരുപക്ഷെ നമ്മൾ അറിയപ്പെടുന്ന ലോകത്ത് വലിയ പണക്കാർക്ക് ഈ ആനക്കയത്ത് ഒരു സെന്റ് സ്ഥലം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നാം അറിയുന്ന വലിയ പണക്കാരല്ല എന്നത് വളരെ വ്യക്തമാണ്. പിന്നെ ആരാണ് ഈ ലോകം മുഴുവൻ ലഭിച്ചവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി മുആഫൻ ഫീ ബദനി ഇൻദഹു ഖൂതു യൗമി ഫകഅന്നമാ ഖീസത് ലഹു ദുനിയ ബിഹദാഫിരിഹാ. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി. ഒരുത്തൻ നേരം വെളുത്തപ്പോൾ അവൻ്റെ കിടപ്പറയിൽ നിന്ന് നിർഭയനായിട്ടാണ്, ഒരു വെടിയൊച്ചയില്ലാതെ, ഒരു കലാപമില്ലാതെ, ഒരു ആർപ്പ് വിളിയില്ലാതെ, ഒരു ഘോര ശബ്ദമില്ലാതെ, ഒരു ഭൂകമ്പമോ പ്രകമ്പനമോ ഇല്ലാതെ സ്വസ്ഥമായിട്ട് നിർഭയനായിട്ട് ഒരാളെയും ഭയക്കാതെ എണീക്കാൻ പറ്റി. അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി. രണ്ടാമത്തേത് അയാൾക്കുള്ള ഗുണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, മുആഫൻ ഫീ ബദനി, ശാരീരികമായിട്ട് അയാൾക്ക് പ്രയാസങ്ങളൊന്നുമില്ല, ആഫിയത്ത് അള്ളാഹു നൽകിയിരിക്കുന്നു അയാൾക്ക്. അതാണ് രണ്ടാമത്തെ അദ്ദേഹത്തിനുള്ള ക്വാളിറ്റി. മൂന്നാമത്തേത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇൻദഹു ഖൂതു യൗമിഹി, ഒരു ദിവസം കഴിക്കാനുള്ള ഫുഡ് അവൻ്റെ അടുക്കലുണ്ട് എന്നാണ്. അപ്പോൾ ഒരു ദിവസം കഴിക്കാനുള്ള ഫുഡ്, ആരോഗ്യമുള്ള ശരീരം, ജീവിക്കുന്ന മണ്ണിൽ സ്വാതന്ത്ര്യം, നിർഭയത്വം, ഇതുണ്ടെങ്കിൽ ഒരാൾ ദുനിയാവ് മുഴുവൻ കിട്ടിയവനാണെന്ന് പറയുന്നു. ദുനിയാവിലെ ജീവിതം കൊണ്ട് ഒരാൾക്ക് കിട്ടേണ്ട ദറൂറത്ത്, അനിവാര്യമായിട്ടും ഒരാൾക്ക് കിട്ടേണ്ട 3 കാര്യം ഇതാണ്. ഇതിന് പുറത്താണ് നമ്മളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ എത്രയോ മീതെയാണ്. അപ്പോൾ ദുനിയാവ് മുഴുവൻ കിട്ടിയവനേക്കാളും മേലെയാണ് നമ്മളൊക്കെ ഉള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഏറ്റവും ശ്രദ്ധേയമായി പഠിപ്പിച്ചത്, ഒന്നാമത് പറഞ്ഞത് നിർഭയത്വമാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, സുമ്മന തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ നിഅമത്തും അതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നിഅമത്തുർ റിസ്ഖ്, ഉപജീവനമാകുന്ന ആ ഒരു നിഅമത്ത്, നിഅമത്തുൽ അംന്, നിർഭയത്വമാകുന്ന, നിനക്ക് നിർഭയത്വം തന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഈ ഡെമോക്രാറ്റിക് കൺട്രി നമുക്ക് നൽകുന്ന ഫ്രീഡം അല്ലേ, നമ്മുടെ മതം ഉൾക്കൊള്ളാനും അത് പ്രബോധനം നടത്താനുമുള്ള ഫ്രീഡം, നമുക്കിത് അനുഷ്ഠിക്കാനുള്ള ഫ്രീഡമുള്ള ഈ മണ്ണിൽ ഈ മതത്തിൻ്റെ ആദർശത്തെ മറ്റു ആദർശങ്ങളുമായിട്ട് കൂട്ടിലയിപ്പിച്ച് മതത്തെ, അതിൻ്റെ മൂല്യങ്ങളെ തമസ്കരിച്ച് ലിബറലിസത്തിലേക്ക് ചേക്കേറി മാറി വരുന്ന തലമുറയുടെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ ലോകം തിരിയാത്തവനായി മാറുമെന്ന് ആരുടെയൊക്കെയോ ഉള്ള ഭീതിയും അവരുടെ റീഡിങ്ങും ഭയന്ന് ആർക്കൊക്കെയോ വേണ്ടി വേഷം കെട്ടുന്ന ആൾക്കാരൊക്കെ ഈ നിർഭയത്വം എന്ന നിഅമത്തിനെ കുറിച്ച് എന്തായിരിക്കും മറുപടി പറയുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇസ്ലാമായതിൻ്റെ പേരിൽ തലയെറുക്കപ്പെട്ട, ജീവനോടെ കൊല ചെയ്യപ്പെട്ട, തീക്കുണ്ടാരം നിർമ്മിച്ച് അതിലേക്ക് വലിച്ചെറിഞ്ഞ് കരിച്ചു കളയപ്പെട്ട നമ്മുടെ മുൻഗാമികൾ അത്തരം സാഹചര്യങ്ങളിലെല്ലാം പിടിച്ചു നിന്നിട്ടും അനുഗ്രഹങ്ങളും സൗകര്യങ്ങളുടെയും ഡോറുകൾ അള്ളാഹു മലർക്ക് തുറന്നു വെച്ചു കൊടുത്തപ്പോൾ ആളുകൾക്ക് ഈ ദീൻ വേണ്ടാത്ത അവസ്ഥയായി. ആളുകൾക്ക് ആർമാദിക്കണം, ഉല്ലസിക്കണം, ആസ്വദിക്കണം, എൻജോയ് ചെയ്യണം, അനുഭവിക്കണം, തിന്നണം, കുടിക്കണം, സുഖിക്കണം, രസിക്കണം. അതിന് അതിർവരമ്പുകൾ തടസ്സമാണ്, മതനിയമങ്ങൾ തടസ്സമാണ്, ഇസ്ലാമിക പ്രബോധനം തടസ്സമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനോ പ്രബോധനങ്ങൾ നിർവഹിക്കുവാനോ അത് നിർവഹിക്കുന്ന വേദികളിൽ വന്നിരിക്കാനോ തയ്യാറാകാത്ത അവസ്ഥ. തെറ്റുകളെ തിരുത്തുന്നവർ സദാചാര പോലീസ് എന്ന പുതിയ നാമം ചാർത്തിക്കൊടുത്ത് സമൂഹത്തെ അധർമ്മത്തിലേക്ക് നയിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾക്കെതിരെ തടയിടാനുള്ള പരിശ്രമങ്ങളുമായിട്ട് പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇറങ്ങിത്തിരിക്കുമ്പോൾ താലിബാനികൾ എന്ന ചാപ്പ കുത്തി മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം നാമധാരികളും ഉണ്ടെന്നറിയുമ്പോൾ ഈ നിർഭയത്വം, മതമനുസരിച്ച് അത് പഠിച്ച് അത് പാലിച്ച് അത് ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത് ഏറ്റവും യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനുള്ള ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്തു മറുപടി പറയുമെന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിൽ ഏറ്റവും വലിയൊരു നിഅമത്താണിത്.
ഈമാൻ വലിയൊരു നിഅമത്താണ്, ആഫിയത്ത് വലിയൊരു നിഅമത്താണ്, അംന് വലിയൊരു നിഅമത്താണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലതിൻ്റെയും നേട്ടമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമായിട്ട് സൂറത്ത് ഖുറൈശിൽ അല്ലാഹ് പറയുന്നുണ്ട്, ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് الذي يطعمهم من جوع وآمنهم من خوف. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗഫിൽ നിന്ന് നിർഭയത്വം കൊടുത്തു എന്നത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിഅമത്തായിട്ട് എണ്ണാണ്. ചില കർമ്മങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങൾ നിർവഹിച്ചാൽ നിങ്ങൾക്ക് ഭയം നീക്കിയിട്ട് അല്ലാഹു അംന് നൽകുമെന്നും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എല്ലാ രാവിലെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അദ്കാറുകളിൽ പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വദുനിയായ വഅഹ്ലി വമാലി. അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റൗആതി. നിർഭയത്വം ചോദിക്കുകയാണ്, അവിടെ ആഫിയത്ത് ചോദിക്കുകയാണ്. ദുനിയാവിലും ആഖിറത്തിലും, ദീനിലും സമ്പത്തിലും ശരീരത്തിലും കുടുംബത്തിലും എല്ലാറ്റിലും ആഫിയത്ത് ചോദിക്കുന്നതോടൊപ്പം വആമിൻ റൗആതി, ഞാൻ ഭയക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ ഭീതിയോടെ കാണുന്ന കാര്യങ്ങൾ, രോഗത്തെ പേടിയാണ് അല്ലേ, സാമ്പത്തിക പരീക്ഷണങ്ങൾ പേടിയാണ്, കമ്മ്യൂണൽ ഇഷ്യൂസ്, വർഗീയ കലാപങ്ങളെ പേടിയാണ് അല്ലേ. അങ്ങനെ നാം ഭയക്കുന്ന നിരവധി കാര്യങ്ങൾ, അതിൽ അള്ളാഹുവിനോട് നമ്മൾ നിർഭയത്വം ചോദിക്കുന്നുണ്ട്. എല്ലാ നേരം വെളുക്കുന്ന സമയത്തും, എല്ലാ രാവിലെയും വൈകുന്നേരവും നാം അത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ടതായ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ചോദിക്കുന്നതായ പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു നിഅമത്താണ് അംൻ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഈ അംന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ആളുകൾക്ക്, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളായ ആൾക്കാർക്ക്. മുഅ്മിൻ എന്ന പേര് തന്നെ അന്വർത്ഥമാക്കുന്നത് നിർഭയത്വമുള്ളവൻ എന്നാണ്. എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും ആശങ്കയില്ലാത്ത, ആധികളില്ലാത്ത, ആവലാദികളും വേവലാദികളും പാടിപ്പറഞ്ഞ് നടക്കുന്ന ആളല്ല ഒരു മുഅ്മിൻ. ആളാകരുത് ഒരു മുഅ്മിൻ. മറിച്ച് ഏത് സാഹചര്യത്തിലും പ്രതികൂലതകളെ അതിജയിക്കാനുള്ള മനക്കരുത്തുള്ളവന്റെ പേരാണ് മുഅ്മിൻ. വിശുദ്ധ ഖുർആൻ മുഅ്മിനെ ഉദാഹരിച്ചത് എന്തുകൊണ്ടാ? വേരൂന്നി നിൽക്കുന്ന ഈത്തപ്പന മരത്തോടാണ് മുഅ്മിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചിരിക്കുന്നത്. കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. മുഅ്മിൻ ഒരു വൃക്ഷത്തെ പോലെയാണ്. ഏതാണ് ആ വൃക്ഷം? അതിൻ്റെ വേര് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാകും. കൊടുങ്കാറ്റുകൾക്ക് തകർക്കാനാകാത്ത കനത്ത പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ കരുത്തുള്ളവനാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൽ ലി അംറിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. അവന് വല്ല ഗുണങ്ങളും ലഭിച്ചാൽ ശകറ, അവൻ നന്ദി കാണിക്കും, അല്ലാഹനെ മറക്കൂല. സൗകര്യങ്ങളും സംവിധാനങ്ങളും കിട്ടുമ്പോൾ ഇല്ല, ഇന്ന് മകളെ കല്യാണമല്ലേ, എല്ലാവരും ഒന്ന് ചാടിക്കോട്ടെ, എല്ലാവരും ഒന്ന് ആടിക്കോട്ടെ, കുട്ടികളൊക്കെ ഒന്ന് മോഡേൺ ഡ്രസ്സ് ധരിച്ചിട്ട് ഔറത്തൊന്നും മറക്കാത്ത കോലത്തിൽ വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ, ഇന്ന് കല്യാണമല്ലേ, മകൾക്കൊരു കല്യാണം സെറ്റായി എന്നത് പടച്ചൊന്നത് നിഅമത്താണ്. ആ നിഅമത്ത് കിട്ടിയ ദിനത്തിൽ അല്ലാഹനെ, മുഅ്മിനായ മനുഷ്യൻ അല്ലാഹനെ മറക്കൂല. ശകറ, നിഅമത്തിന്റെ തേട്ടം ശുക്റാണ്. നിഅമത്ത് പടച്ച റബ്ബ് നൽകുന്നത് ശുക്ർ കാണിക്കുമോ എന്ന് പരീക്ഷിക്കാനാണ്. പരീക്ഷണമാണ്. നിഅമത്ത് കിട്ടുന്നതും പരീക്ഷണമാണ്, നിഖമത്ത് കിട്ടുന്നതും പരീക്ഷണമാണ്. ബലാ മുസീബത്തുകൾ മാത്രമല്ല പരീക്ഷണം, അനുഗ്രഹങ്ങൾ കിട്ടുന്നതും പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനായ മനുഷ്യൻ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അവൻ നന്ദി കാണിക്കും. എന്നാൽ അവന് വല്ല പ്രയാസങ്ങൾ ഉണ്ടായാലോ സബറ, അവൻ ക്ഷമിക്കും. രണ്ട് സാഹചര്യമായിരുന്നാലും അവന് സന്തോഷമാണ്, സമാധാനമാണ്, അവൻ ശാന്തമായിരിക്കും. കാരണം അവൻ്റെ മനസ്സിൽ ഈമാൻ ഉറച്ചിട്ടുണ്ട്. ഈമാൻ ഉറച്ചിട്ടുണ്ട്. ഇന്ന് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ പേടി അല്ലേ, ശത്രുക്കളെ പേടി, സാമ്പത്തികമായുള്ള പേടി, റിസ്ഖിനെ ചൊല്ലിയുള്ള പേടി. അകാരണമായി പ്രസവം നിർത്തുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളില്ലേ? 3 പെൺകുട്ടിയായി
ഇനി നിർത്തുക, കയ്യൂല പോറ്റാൻ, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, എന്നാലും വെറുതെ നിർത്തുക അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകൾ ചെയ്തു. പലിശ, എന്തിനാ പലിശയിലേക്ക് പോണത്? ബിസിനസ് തഴച്ച് വളർന്ന് പണം സമ്പാദിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. ആദികൾ ആശങ്കകളാണ്, എല്ലാറ്റിനെക്കുറിച്ചും ആശങ്കകളാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് അല്ലേ? ഞാൻ മരിക്കും മുമ്പ് മക്കൾ മരിക്കരുത്, ഭർത്താവ് മരിക്കരുത്, ഭാര്യ മരിക്കരുത്, ഇതാ നമ്മളെ കണക്കൂട്ടല്. എന്തേ? അവരൊക്കെ മരിച്ച ഞാനെങ്ങനെ ജീവിക്കാം? ആകെ എന്നെ നോക്കാനുള്ളൊരു ആൺകുട്ടി മരിച്ചു, ഇനി എനിക്ക് ആരാണുള്ളത്? ഇതൊക്കെ ചിന്തിക്കുന്ന മനുഷ്യൻ വിശുദ്ധ ഖുർആനിലെ ആയത്ത് നോക്കണ്ടേ? ഖുർആനിൽ പറയണ വലാ തഹിനൂ വലാ തഹ്സനൂ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അശക്തി കാണിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ഭയക്കണ്ട, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ? നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ പേടിക്കണ്ട. എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും സൗർ ഗുഹയിൽ ഇരുന്നപ്പോ ശത്രുക്കളെ കണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയെ അവരെങ്ങാനും കാലിന്റെ ചോട്ടുക്ക് നോക്കിയാൽ നമ്മൾ ഇപ്പൊ പിടിക്കപ്പെടും. റസൂൽ എന്താ പറഞ്ഞേ? എത്ര ശാന്തമായിട്ടാ റസൂൽ ഇരുന്ന്. ശത്രുക്കളെങ്ങാനും ഒന്ന് താഴ്ന്ന് കുനിഞ്ഞു നോക്കിയ നബിയെയും അബൂബക്കറിനെയും ഇല്ലാതാക്കും. ശത്രുവിനെ പേടിക്കണ്ടേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. റസൂൽ പറഞ്ഞു, നീ പേടിക്കണ്ട, ദുഃഖിക്കണ്ട, അല്ലാഹ് നമ്മളൊപ്പമുണ്ട്. ആ ഒരു ഈമാൻ, നമ്മളെ ഈമാൻ എവിടെയാണുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ളവൻ അല്ലേ? നമ്മുടെ പ്രവാചകന്മാരുടെ ചരിത്രം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആരുടെ അടുക്കലേക്ക് പോകാനാ പറഞ്ഞത്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തുഗാ. ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. ആരാ ഫിർഔന്? മൂസാ നബിനെ കൊല്ലാൻ നിൽക്കുന്ന ആളാ. അവിടുന്നാണ് മൂസാ നബിന് പോകുന്നത്. ഇനി അവിടേക്ക് പോകണം പറയുമ്പോ പേടിണ്ടാവൂലേ? എന്താ മൂസാ നബി ചെയ്തത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈമാൻ പുതുക്കാണ്. പ്രാർത്ഥിച്ചു പടച്ച റബ്ബിനോട്, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. പ്രാർത്ഥിക്കുകയാണ്, പേടിച്ചില്ല. അല്ലാഹ് ആശ്വസിപ്പിച്ചു അല്ലേ? നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ഭയക്കണ്ട. ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് പോയിക്കോളീൻ അല്ലേ? ബനു ഇസ്രായേലിനെയും കൊണ്ട് തിരിച്ചു അവിടുന്ന് രക്ഷപ്പെടുന്ന സമയത്ത് ഫിർഔനും കൂട്ടരും പിന്നിൽ കൂടിയപ്പോ മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ ഭയന്നു. പക്ഷെ മൂസാ നബി എന്താ പറഞ്ഞ്? കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എൻ്റെ കൂടെ എൻ്റെ പടച്ചോണ്ട് ഓനൊരു വഴി കാണിക്കും. ഇബ്രാഹിം നബി അതാ വാക്ക് പറഞ്ഞത്. എല്ലാ പ്രവാചകന്മാരും ആ വാക്കാ പറഞ്ഞത്. ഏത് പ്രതിസന്ധിയിലും അവർ നിരാശപ്പെട്ടില്ല. യാക്കൂബ് നബിക്ക് യൂസുഫ് നഷ്ടപ്പെട്ടു പോയി അല്ലേ? വർഷങ്ങൾക്കിപ്പുറം ബിന്യാമീനെ പിടിച്ചു വച്ചു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാക്കി മക്കളോട് രണ്ടുപേരെയും തേടിപ്പോവാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനങ്ങൾ രണ്ടുപേരും യാക്കൂബ് നബിക്ക് നഷ്ടപ്പെട്ട ആ ഒരു സമയത്ത് മക്കളെ പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്ക് ലാ തൈഅസൂ മിർ റൗഹില്ലാ എന്നാണ്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ആശ്വാസത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ നമ്മൾ അതിജയിക്കേണ്ടി വരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന് വന്നാൽ നമ്മൾ ആരായി? അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ സംഭവിച്ചു കൊള്ളണമെന്നില്ല. നമ്മൾ ഭയന്നാലും നമ്മൾ ഭയന്നില്ലെങ്കിലും ശരി, നമുക്ക് വിധിച്ചത് നമുക്ക് തന്നെ വരും. അത് വിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞതാണ്. വലനബ്ലുവന്നകും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലേ? മിനൽ ഖൗഫി, ഭയത്താൽ, ശത്രുക്കളെ കൊണ്ടുള്ള ഭയത്താൽ, ദാരിദ്ര്യ ഭയത്താൽ, രോഗഭയത്താൽ, മരണഭയത്താൽ,
മറ്റുള്ളവരുടെ ഉപദ്രവത്തെ കൊണ്ടുള്ള ഭയത്താൽ വിവിധങ്ങളായ ഭയങ്ങൾ നിങ്ങൾ കിട്ടുതരും. ആങ്സൈറ്റി ഉണ്ടാവും, ഓവർ തിങ്കിങ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാകും, ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ നമ്മുടെ ഈമാനെ പുതുക്കുക, ഈമാൻ ശക്തിപ്പെടുത്തുക. ഈമാൻ ശക്തിപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഗുണം അത് വേറെ തന്നെയാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കുള്ള നിർഭയത്വം പോകും. നിങ്ങളാലോചിക്കുക, ഒരു വിശ്വാസിയും ഒരു മതമുള്ളവനും ഒരു മതമില്ലാത്തവനും തുല്യമാണോ? ഒരു മനുഷ്യൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് പഠിക്കണം, അല്ലേ, വളരണം, നല്ല ജോലി നേടണം, ഫാമിലിയോടൊപ്പം ജീവിക്കണം. പഠിച്ചു, നല്ല ജോലി, വിദേശത്ത് നല്ല ജോലി കിട്ടി, അത്യാവശ്യം നല്ല ശമ്പളമുള്ള കമ്പനിയിൽ ജോലി കിട്ടി. 30 വയസ്സുകാരൻ സുബൈ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങി, സ്ട്രോക്ക് ബാധിച്ചു, 8-9 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് അവസാനം മരണപ്പെട്ടു. നമ്മുടെ ജീവിതം ഇതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊന്നുമല്ല. തട്ടിമുട്ടലുകളില്ലാത്ത പോക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തട്ടിമുട്ടലുകൾ ഉണ്ടാകും. എന്ത് തട്ടിമുട്ടലുകൾ ഉണ്ടായാലും വിശ്വാസി പറയുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാം അല്ലാഹുവിൻ്റെ ഖുവത്ത് കൊണ്ടാണ്, അല്ലാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ്, അല്ലാഹുവിൻ്റെ തീരുമാനവും അവൻ്റെ മശീഅത്തും കൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. ഇത് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ തളർത്താനാകൂല. ഇത് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ ഏതെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഭീതിപ്പെടുത്താനാകൂല. വിശ്വാസി ഭയക്കുന്ന അള്ളാഹുവിനെയാണ്. പിശാച് അവൻ്റെയും അവൻ്റെ കൂട്ടാളികളെയും ശക്തി കാണിച്ച് നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കും. ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങൾ അവരെ ഭയക്കേണ്ടതില്ല, നിങ്ങൾ എന്നെയാണ് ഭയക്കേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ പ്രാർത്ഥിക്കണം എന്താണ്? അൻത വലിയ്യീ ഫിദ്ദുന്യാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും നീയാണ് ഞങ്ങളുടെ വലിയ, നീയാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ, കൈകാര്യകർത്താവ്. ഇത് വിശ്വസിക്കുന്ന വിശ്വാസി എവിടെയും പേടിക്കൂല, എന്ത് വന്നാലും പേടിക്കില്ല, വരുമോ എന്ന പേടിയുണ്ടാവില്ല. അതുകൊണ്ട് ഖുർആൻ ആ വിശ്വാസം പഠിപ്പിക്കുന്നതാണ് ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത്, എന്ത് പറഞ്ഞത്? ഫമനിത്തബഅ ഹുദായ, ആരെങ്കിലും എൻ്റെ ഹുദയെ പിൻപറ്റിയാൽ ഫലാ യദില്ലു വലാ യശ്ഖാ, അവർക്ക് ദൗർഭാഗ്യം ബാധിക്കുകയില്ല, അവർ വഴിപിഴവിലാവുകയില്ല. മനസ്സിലായില്ലേ? ഖുൽനാ ഹ്ബിതൂ മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എൻ്റെ പക്കൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നെത്തും. ഏതാണ് ഹുദ? ഖുർആനും സുന്നത്തുമാണത്, അല്ലേ? ഹുദല്ലിൽ മുത്തഖീൻ, ഹുദൻ വറഹ്മ, ഖുർആനാണത്. ആ ഖുർആൻ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ദുഃഖമില്ല, നിങ്ങൾക്ക് ഭയമില്ല. ഇമാം നാസിർ സഅദി പറയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ സ്വാസ്ഥ്യം കെടുത്തുന്ന 2 സാധനമാണ്. ഒന്ന്, കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ദുഃഖം. 2, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള ഭയം. വരാനിരിക്കുന്ന ലോകം പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പേടിയും കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്തുള്ള ദുഃഖവും. ഇത് രണ്ടും ഒരാൾക്ക് ഇല്ലെങ്കിൽ അയാൾ ഹാപ്പി ആയിരിക്കും. അത് രണ്ടും ഇല്ലാതെ സ്വസ്ഥമായി ജീവിക്കാനുള്ള മാർഗം എന്താണ്? ഖുർആനാണ്. ഈ ഹുദ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾക്ക് അതിന് സാധിക്കുന്ന ഖുർആൻ പറഞ്ഞു, യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്ക് വഴി നടത്തും. ഈ ഖുർആൻ നമ്മുടെ ആശയക്കുഴപ്പങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കും. ഈ ഖുർആൻ നമ്മുടെ ടെൻഷനുകൾക്ക്, നമ്മുടെ ഭാരങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ടാക്കും.
ഈ ഖുർആൻ നമ്മുടെ മുന്നിൽ പരിഹാരത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്നു വെക്കും. ആ ഖുർആനിൽ പ്രധാനമായിട്ട് എന്താ ഉള്ളത്? അള്ളാഹിനെ കുറിച്ച് തന്നെ, ഔലിയാക്കളെ കുറിച്ചല്ല ഉള്ളത്. ഔലിയാക്കളെ കുറിച്ച് എന്താ ഉള്ളത്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹിന്റെ ഔലിയാക്കൾ, അവർക്ക് ഭയക്കണ്ട, അവർക്ക് ദുഃഖിക്കണ്ട. അവരാരാണ്? അവർ വിശ്വസിക്കുന്നവരാണ്. വകാനൂ യത്തഖൂൻ, അവർ തഖ്വ പാലിക്കുന്നവരാണ്. അതായത് അള്ളാഹിൽ വിശ്വസിച്ച് അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണവന്റെ പേരാണ് ഔലിയ. മനസ്സിലായില്ലേ? അല്ലാതെ നിസ്കരിക്കാത്ത, നോമ്പ് പോലിക്കാത്ത, കുളിച്ചാത്ത, പല്ലേക്കാത്ത, റമദാനെ ബീഡിയടിച്ച് ചോറയിച്ച് അശ്ലീലവും അനാവശ്യം കാണിക്കുന്ന, ഭ്രാന്ത് പറയുന്ന ആൾക്കാരല്ല ഔലിയാക്കൾ. ഖുർആനിൽ മുഅ്ജിസത്തിനെ കുറിച്ചുണ്ട്, കറാമത്തിനെ കുറിച്ചുണ്ട്. പക്ഷേ എല്ലാം അള്ളാന്റെ കുദ്റത്തിലേക്കാണ്. മനസ്സിലല്ലേ? എല്ലാം അള്ളാന്റെ കഴിവാ കാണിക്കണേ. അള്ളാഹുവിൽ ആശ്വാസം കണ്ടെത്താനാണ്. അല്ലേ? മക്കളെ കിട്ടാതെ വിഷമിച്ച സക്കരിയ നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യാ ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യാ. പടച്ചോനെ, എൻ്റെ അവസ്ഥ വളരെ ശോചനീയാണ്. എൻ്റെ ആന്തരാവയവങ്ങളൊക്കെ ക്ഷയിച്ചു പോയിട്ടുണ്ട്. എൻ്റെ തലമുടി നരച്ച് തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ശരീരം ദുർബലമായിട്ടുണ്ട്. എൻ്റെ ഭാര്യയാകട്ടെ ഒരിക്കലും പ്രസവിക്കാത്തവളുമാണ്. പക്ഷേ നിന്നോട് ചോദിച്ചിട്ട് എനിക്കൊരിക്കലും വിഷമിക്കേണ്ടി വന്നിട്ടില്ല. സുഹൃത്തുക്കളെ, നമ്മൾ പടച്ചോനോട് ചോദിച്ചാൽ മതി. പടച്ചോനിൽ വിശ്വാസം ഉറപ്പിച്ച് പടച്ചോനോട് ചോദിക്കുക എന്നല്ലാണ്ട് നമ്മൾ കുറേ തലക്കേറ്റിയാണെന്നിട്ട് എന്ത് കാര്യമുള്ളത്? കാര്യമുണ്ടോ? ഒരു കുഞ്ഞ് മിസ്സായാൽ നമ്മളെ വേദന അള്ളാഹ്ക്കറിയാം. കുഞ്ഞ് എവിടെയാണുള്ളതെന്ന് അള്ളാഹ്ക്കറിയാം. എല്ലാം ഒരുപോലെ അറിയുന്നവൻ അള്ളാഹുവാണ്. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പം എന്താ? അള്ളാഹിനോട് പറയലല്ലേ. ആൾക്കാർ കണ്ണ് കണ്ട മനുഷ്യന്മാരോടൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പറയും. പക്ഷെ അള്ളാഹിനോട് മാത്രം പറയില്ല. അതെന്തേ? അത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പ്രാർത്ഥിച്ചിട്ട് പറ്റാന്നാ അല്ലേ? കുട്ടി നഷ്ടപ്പെട്ടു പോയ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുഃഖഭാരം കൊണ്ട് വിഷമിച്ച് അദ്ദേഹം അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി. ഇന്നമാ അശ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ്. അള്ളാഹുവേ, എൻ്റെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും പടച്ചോനെ ഞാൻ നിന്നിലേക്ക് ഉയർത്തുകയാണ്. അപ്പം നമ്മളുടെ ഉള്ളിൽ എന്താ ആശങ്കയുള്ളത്? എന്താ ആശയുള്ളത്? എന്താ പേടിയുള്ളത്? എന്താ പരിഭവമുള്ളത്? എന്താ നമ്മളെ പ്രശ്നം? അത് അള്ളാഹിനോട് പറഞ്ഞാൽ എല്ലാം പരിഹരിക്കാൻ ഒരു പടച്ചോണ്ട്. അതാ മുഅ്മിൻ. മുഅ്മിന്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലായില്ലേ? മുന്നിൽ ആളിക്കത്തുന്ന തീക്കുണ്ഠാരത്തിന് മുന്നിൽ ധൈര്യത്തോടെ ഇബ്രാഹിം നബി നിന്നത് ആ വിശ്വാസമുള്ളതുകൊണ്ടാ അല്ലേ? ഉഹുദിന്റെ ശിഖരത്തിൽ നിന്ന് ശത്രുക്കള് വിളിച്ചു ചോദിക്കുക. എന്താ വിളിച്ചു ചോദിക്കണത്? മുഹമ്മദ് ജീവിച്ചിരിപ്പുണ്ടോ? ഉമർ മറുപടി പറയാൻ ഇങ്ങോട്ട് ഓങ്ങി. നബി പറഞ്ഞു മിണ്ടണ്ടാർ. അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടോ? ഉമർ ജീവിച്ചിരിപ്പുണ്ടോ? അല്ലെ? ഇങ്ങനെ ഓരോരുത്തരെ പേരിങ്ങനെ, നേതാക്കന്മാരെ പേരിങ്ങനെ വിളിച്ചു വയ്ക്കാൻ തുടങ്ങി. മിണ്ടാക്കാൻ പറഞ്ഞു നബി, മിണ്ടാന്ന്. അപ്പോ ഉഹുദിന്റെ മോളിന്ന് വിളിച്ചു പറയാണ്, എല്ലാവരും മരിച്ചിരിക്കുന്നു, ഹുബൽ ഉയരട്ടെ, അവരുടെ വിഗ്രഹം ഉയരട്ടെ എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കാൻ പറഞ്ഞു. അതുവരെ മിണ്ടാക്കാൻ പറഞ്ഞ ആള് അത് ശിർക്ക് കേട്ടപ്പോ മറുപടി കൊടുക്കാൻ പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഅലാ വ അജൽ. അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, അവനാണ് ഏറ്റവും മഹോന്നതനായവൻ. അപ്പോ ഉഹുദിന്റെ മുകളിൽ നിന്ന് വിളി. എന്താ വിളിച്ചു പറഞ്ഞത്? ലനൽ ഉസ്സാല ഉസ്സാലക്കും. ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. നബി മറുപടി പറയാൻ പറഞ്ഞു, അല്ലാഹു മൗലാന ലാ മൗലാലക്കും. ഞങ്ങൾക്ക് അള്ളയുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിനെ പോലൊരു സംരക്ഷകനില്ല. അപ്പൊ ഈ ആൾക്കാരൊക്കെ മരിച്ചുപോയെന്ന് വിചാരിച്ച് നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നു ഖത്താബിനോട് തൗഹീദ് വിളിച്ചു പറയാൻ വേണ്ടി പറയാണ്, ഞങ്ങൾക്ക് പടച്ചോനുണ്ട്. മനസ്സിലായില്ലേ? ഒരാൾ വന്നിട്ട് ഓടി വന്നിട്ട് പറയാണ്, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും. ഇതാ ഉഹുദ് കഴിഞ്ഞ്
ശത്രുക്കൾക്ക് ഒരുപാട്, മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ട് ഉള്ള ആൾക്കാരെന്നെ ജീവനായി തിരിച്ചു വരിക. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, ഇതാ നിങ്ങൾക്ക് ഇനിയും ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാനുണ്ട്, ശത്രുക്കൾ പോയിട്ടില്ല, അവർ ഇനിയും വരുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ വിശ്വാസികൾ ആകെ പേടിച്ച് വിറച്ച്, പടച്ചോനെ ഇഞ്ഞൊരു യുദ്ധോ എന്ന് ചോദിച്ചില്ല. ചോദിച്ചില്ല. ഇന്നന്നാസ ഖദ് ജമഊ ലകും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ. ശത്രുക്കൾ ഇതാ നിങ്ങളെ വീണ്ടും ആക്രമിക്കാൻ വരുന്നുണ്ട്, നിങ്ങൾ പേടിച്ചോളി എന്ന് പറഞ്ഞപ്പോ അവര് കൊടുത്ത മറുപടി, അവർക്ക് ഈമാൻ വർദ്ധിച്ചു. ഖാലൂ ഹസ്ബുനല്ലാഹ്. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി. എപ്പോഴാണ് വിളിച്ചു പറയുന്നത് അറിയങ്ങള്? ഒന്നുമില്ലാത്ത സമയത്ത്. ഒന്നുമില്ലാത്ത സമയത്ത് ഇനിയിപ്പോൾ നമ്മൾ എന്ത് കണ്ടിട്ടാ അപ്പം ഇങ്ങനെയൊക്കെ പറയണേ എന്നേക്കാരം നമ്മൾ ചോദിച്ചാ. പക്ഷേ സ്വഹാബത്ത് അങ്ങനെയല്ല ചോദിച്ചത്. ഞങ്ങൾക്ക് ഞങ്ങളെ പടച്ചോ മതി, ഞങ്ങൾ കയ്യിൽ ആയുധമില്ലെങ്കിലും, ഞങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിലും, ഞങ്ങൾക്ക് പവർ ഇല്ലെങ്കിലും, സെറ്റപ്പ് ഇല്ലെങ്കിലും, സിസ്റ്റം ഇല്ലെങ്കിലും, ഹോൾഡ് ഇല്ലെങ്കിലും ഞങ്ങളുടെ കൂടെ പടച്ച റബ്ബുണ്ട്. അതാ നമ്മുടെ ധൈര്യം. മനസ്സിലായില്ല? അതുകൊണ്ടാണ് മുഅ്മിന് ഈമാൻ എന്ന് പറഞ്ഞത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തെ ഒരുപാട് തവണ ജയിലിൽ കൊണ്ടേ അടച്ചു. അദ്ദേഹം പറഞ്ഞെന്താ, ഇന്ന ബുസ്താനി അല്ലേ വജന്നതി ഫീ സദ്രി, എൻ്റെ ഉദ്യാനവും എൻ്റെ സ്വർഗവും എൻ്റെ ഹൃദയത്തിനകത്താണ്. ഈ ആൾക്കാർക്ക് എന്തറിയാം? അവർ വിചാരിച്ചത് അവർ നിയമപാലകരിൽ സ്വാധീനം ചെലുത്തിയിട്ട് എനിക്കെതിരെ നിയമ നടപടി എടുത്താൽ ഞാൻ തളർന്നു പോകുമെന്നാണ്. എന്നെ ജയിലിലടച്ചാൽ, നാടുകടത്തിയാൽ, എന്നെ കൊന്നുകളഞ്ഞാൽ ഞാൻ തകർന്നു പോകുമെന്ന്, തളർന്നു പോകുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ വേണ്ട, എന്നെ തളർത്താൻ നിങ്ങൾക്കാവില്ല. എൻ്റെ ധൈര്യം എൻ്റെ ഈമാനാണ്. മസിൽ പവർ അല്ലാതെ, സമ്പത്തല്ല, സ്വാധീനമല്ല, ഈമാണ്ടോ. നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി അടുത്തിട്ട് പടച്ചോന്റെ മുഖറബായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിനെയും പേടിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. ഒരാൾക്കും നമ്മുടെ രോമത്ത് തൊടാൻ പോലും കഴിയൂല. അതാണ് നമ്മുടെ ധൈര്യം. അതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ധൈര്യം. അവർ ഒറ്റയാൾ പോരാട്ടം നയിച്ചു. അവർ ഭീതിയിൽ കഴിച്ചുകൂട്ടിയില്ല. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പെണ്ണല്ലേ ഹാജറ ബീവി, ഒരു ചോരക്കുഞ്ഞല്ലേ കയ്യിലുള്ളത്, ആരുമില്ലാത്ത സഫാ മർവയ്ക്കിടയിൽ ഉപേക്ഷിച്ച് പോരുമ്പോ ആരാ ഉള്ളത് കൂടെ? ആരാ സഹായിക്കാനുള്ള? ഒരു മനുഷ്യന്റെ കാൽപെരുമാറ്റമില്ല അവിടെ, ഒരു പച്ചപ്പില്ല അവിടെ, ഒരു തുള്ളി വെള്ളമില്ല അവിടെ. എന്ത് ധൈര്യത്തിലാണ് ഒരു പെണ്ണൊറ്റക്ക് ഈ മഞ്ചേരിയങ്ങാടി ഒറ്റയ്ക്ക് വെക്കും നമ്മൾ? എന്നിട്ടല്ലേ ആരുമില്ലാത്ത സഫാ മർവയ്ക്കിടയിൽ ഒറ്റയ്ക്ക്, ഇന്നത്തെ പോലെ അബ്രാജുകൾ കൊണ്ട് ചുറ്റപ്പെട്ട കഅബാലയമല്ലല്ലോ, അതവിടെ ഇല്ലല്ലോ, ചുറ്റും മലകൾ മാത്രമല്ലേ ഉള്ളത്. പേടിച്ചൂലേ? അല്ല, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആരാ ഉള്ളത്? നിങ്ങൾ എന്ത് കണ്ടാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നാക്കി? ഞങ്ങൾക്ക് ഇതൊന്നും കുടിച്ചൊന്നും വേണ്ടേ? ഈ പ്രസവം കഴിഞ്ഞ ഉടനെ ഈ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നിട്ടല്ല, ഇതൊന്നും ചോദിച്ചില്ല. ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്, ആ അല്ലാഹു അമറക ബിഹാദാ, അല്ല കൽപ്പിച്ചിട്ടാണോ ഇബ്രാഹിം ആരുമില്ലാത്ത ഈ സഫാ മർവയ്ക്കിടയിൽ ഉപേക്ഷിച്ച് പോകുന്നത്? ഇബ്രാഹിം നബി അതേ എന്ന് പറഞ്ഞു. എന്നാ പോയിക്കോളി പറഞ്ഞു, ഞങ്ങൾ പോയിക്കോളി. ഇതല്ലാ യുദയ്യഅനല്ലാഹ്, അള്ളാഹു ഞങ്ങളെ കൈവടിയുകയില്ല. അപ്പൊ എവിടെയാണ് മുഅ്മിന്റെ കരുത്ത്? ഈമാനില്ല. ഈമാനിലാണ്. ഭർത്താക്കന്മാരെ മാറ്റി ഒരുക്കി പറഞ്ഞയച്ചത് യുദ്ധത്തിനാ, കല്യാണത്തിനല്ല. മനസ്സിലായില്ലേ? യുദ്ധത്തിന് പോയിട്ട് ഭർത്താക്കന്മാര് ഭാഗ്യടി ഇന്നൊരു വെട്ടും കിട്ടിയില്ല, ഞാൻ മാറി ഒളിഞ്ഞൊക്കെ നിന്ന് കഴിച്ചിലായി, അങ്ങനെയല്ല ഒരു പറഞ്ഞ്. യുദ്ധത്തിന് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാ പോയത്. സത്യവും അസത്യവും തമ്മിൽ പോരാടുമ്പോൾ സത്യത്തിന് വേണ്ടി പിടഞ്ഞു വീണ് മരിക്കുന്ന ശുഹദാക്കളിൽ എന്നെ ചേർക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോയ ആ മനക്കരുത്തിന്റെ പിന്നിലെ പ്രചോദനം എന്താണ്? അത് ഈമാനാണ്. അള്ളാഹിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമുക്ക് ധൈര്യം തന്നെ. മനസ്സിലായില്ലേ? നമുക്ക് ധൈര്യം തന്നെ. അതിനാ ഖുർആനിലേക്ക് നിങ്ങൾ വരണം, ഖുർആൻ നിങ്ങൾ പഠിക്കണം, ഖുർആന്റെ ആശയം ഗ്രഹിക്കണം എന്നൊക്കെ പറയണത് എന്തിനാണ്? ഖുർആൻ പഠിക്കും തോറും നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അങ്ങനെ തന്നെയല്ലേ ഖുർആൻ പറഞ്ഞ്, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ ഖുർആനിന്റെ വചനങ്ങൾ ഇങ്ങനെ കേട്ടാൽ സാദതുഹും ഈമാന, ഈമാൻ വർദ്ധിക്കും. അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിക്കല്ല അല്ലാഹ്.
ഇവിടെ ഒരു പുഴയിൽ പോയൊരു കുട്ടീനെ കിട്ടിയത് കടലിൽ നിന്നാണ്, എത്രയോ കിലോമീറ്റർ അപ്പുറം. കടലിന്റെ നടുവിൽ യൂനുസ് നബിയെ കൊണ്ടുപോയിട്ടിട്ട് എന്ത് പ്രതീക്ഷിക്കാനാ? അല്ലേ, ഒരു മത്സ്യം വിഴുങ്ങിയാൽ എന്ത് പ്രതീക്ഷിക്കാനാ? എന്ത് ഭൗതിക സാഹചര്യമാണ് അവിടെ ഉള്ളത്? പക്ഷേ ആ മത്സ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുങ്ങിക്കപ്പലാക്കി മാറ്റി. ഫനബദ്നാഹു, അദ്ദേഹത്തെ നാം കരയിൽ കൊണ്ടുപോയി തുപ്പി എന്നാ പറഞ്ഞു. നാം അദ്ദേഹത്തെ കരയിൽ കൊണ്ടുപോയി തള്ളി. കടലിന്റെ റബ്ബ്, മത്സ്യത്തിന്റെ റബ്ബ്, യൂനുസ് നബിയുടെ റബ്ബ്, ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും റബ്ബ്, ആ ദുലുമാത്തിനകത്ത് നിന്ന് യൂനുസ് നബി വിളിച്ചു പ്രാർത്ഥിച്ചു. എന്താ വിളിച്ചു പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്ദാലിമീൻ. അല്ലാഹുവേ, എന്റെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി, നീ പരിശുദ്ധനാണ്, അന്യൂനനാണ്, കുറവില്ലാത്തവനാണ്. സുബ്ഹാനക, നീയല്ലാതെ ആരാധനക്ക് അർഹനില്ല റബ്ബേ. തൗഹീദ് പ്രഖ്യാപിച്ചപ്പോ അല്ലാഹ് രക്ഷപ്പെടുത്തി. അല്ലാഹ് ആരെ രക്ഷപ്പെടുത്താത്ത? അല്ലാഹുവിലേക്ക് അഭയം പ്രാപിച്ച എല്ലാവർക്കും അല്ലാഹു രക്ഷകനായിട്ടുണ്ട്. ചരിത്രം അതാണ്. ഖുർആൻ അതിനല്ലേ അങ്ങനത്തെ ചരിത്രങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കുക, അയ്യൂബ് നബിന്റെ ദാവത്തുണ്ടോ ഖുർആനില്? ഉണ്ടാ? അയ്യൂബ് നബിനെ ശത്രുക്കൾ ഉപദ്രവിച്ചതുണ്ടോ ഖുർആനില്? അയ്യൂബ് നബിന്റെ വേറെന്തെങ്കിലും ഉണ്ടോ? അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബിക്ക് മാരകമായ രോഗം ബാധിച്ചു. സമ്പത്തും മക്കളും നശിച്ചുപോയി, മക്കളൊക്കെ മരിച്ചുപോയി, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി. രോഗം കൊണ്ട് അദ്ദേഹം വ്യസനിച്ചപ്പോ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്താ വിളിച്ച് പ്രാർത്ഥിച്ചത്? വല്ലാത്തൊരു കഷ്ടകാലം തന്നെയാണ് പടച്ചോനെ രചിച്ച് തന്നത്. അതൊരു നബിയായിട്ട് ഞാൻ ഈ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതിലേക്ക് ഈ ആൾക്കാരൊക്കെ പാടെ വിളിച്ചിട്ട് നമ്മൾ തമ്മിലിത് മാണ്ടില്ലേനി എന്നല്ല പറഞ്ഞ്. പിന്നെന്താ പറഞ്ഞ്? പടച്ചോനെ, എൻ്റെ അവസ്ഥ നിനക്കറിയാലോ, എനിക്ക് ഉപദ്രവം ബാധിച്ചിരിക്കുന്നു റബ്ബേ. അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാനുള്ളൊരു സീക്രട്ടാണത്. സീക്രട്ട് ഓഫ് ദുആ. നമ്മുടെ സിറ്റുവേഷൻ അള്ളാഹ്ക്ക് അറിയെങ്കിലും അതിങ്ങനെ എടുത്ത് പ്രാർത്ഥിക്കുക. പടച്ചോനെ, എനിക്ക് ഇങ്ങനെ ഒരു ആദിയുണ്ട്, എനിക്ക് ഇങ്ങനൊരു സങ്കടമുണ്ട്, എനിക്ക് ഇങ്ങനൊരു വേദന ഉണ്ട്, എനിക്ക് ഇങ്ങനൊരു രോഗമുണ്ട്. നമ്മളെ അവസ്ഥ അള്ളാഹിനോട് പച്ചക്കാണ് പറയാം. സക്കരിയ നബി അതല്ലേ കാണിച്ചത്? അയ്യൂബ് നബി തന്നെ കാണിച്ചത്. എന്നിട്ട് എന്താ? പ്രതീക്ഷയാണ്. വഅൻത അർഹമുർ റാഹിമീൻ. കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കരുണ കാണിക്കുന്നവനാണല്ലോ പടച്ചോനെ നീ. അപ്പോൾ ഒരു ഈമാനാണ് സഹോദരന്മാരെ നിർഭയത്വത്തിൻ്റെ രഹസ്യം. ഈമാൻ. ആ ഈമാൻ നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ അതല്ലേ നബി സ്വഹാബത്ത് പറഞ്ഞത്? ഞങ്ങൾക്ക് റസൂലുള്ള ആദ്യം ഈമാൻ പകർന്നു തന്നു, പിന്നീട് നബി ഞങ്ങൾക്ക് ഖുർആൻ ഓതി തന്നു. ഈമാനുള്ള ഹൃദയത്തിലേക്ക് ഖുർആൻ ഇങ്ങനെ ഒഴിച്ചപ്പോ ഞങ്ങളുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു. കണ്ട, ഈമാനുള്ള ഹൃദയത്തിലേക്ക് ഖുർആൻ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആൾക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനെ കുറിച്ച് സ്വഹാബത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈമാൻ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, അത് രണ്ടും നമുക്ക് നൽകുന്ന ആ ഒരു നിർഭയത്വം ചില്ലറയല്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ആര് എന്തൊക്കെ വിചാരിച്ചാലും നമുക്ക് ധൈര്യമെടുക്കാം. ഇപ്പം നിയമ നടപടികൾ എടുക്കുക, മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗൂഢതന്ത്രങ്ങൾ മെനയുക, പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുക. എത്ര ആളുകളുടെയാണ് അല്ലേ പൗരത്വം വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിവാക്കപ്പെട്ടു ഈ ഇന്ത്യ രാജ്യത്ത്. നമ്മുടെ കേരളത്തിൽ ഒരു മുത്തശ്ശി പത്രവും പ്രസിദ്ധീകരിക്കാത്ത കടുത്ത ക്രൂരത ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഇവിടെ അല്ലിച്ചില്ലി കേസുകളുടെ പേരിൽ ഇവിടെ ചർവിടങ്ങൾ നടത്തി ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ രാജ്യത്തിന്റെ നൊമ്പരം ഒപ്പിയെടുത്ത് പബ്ലിക്കിൽ പറയാൻ നട്ടലില്ലാത്ത ചാനലുകളായി ഇവിടുത്തെ ചാനലുകൾ ആരുടെയൊക്കെ അച്ചാരം പറ്റി ആർക്കൊക്കെയോ വേണ്ടി ഛർദ്ദിക്കുന്നവരായിട്ട് മാറിയിരിക്കുകയാണ്. അല്ലെന്താ പോലെ കുറിച്ചൊക്കെ പറയാം. ബുൾഡോസർ വെച്ച് ആയിരക്കണക്കിന് വീടുകൾ തകർത്തിട്ട് വീട്ടിൽ നിന്ന് ജീവനും കൊണ്ട് ഓടുന്ന ആൾക്കാർക്ക് നേരെ വെടിയുതിർക്കുക. ഇത് അങ്ങകല പലസ്തീനിലല്ല, ദി ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി, ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയായ ഈ ഇന്ത്യയിൽ ജാതിയുടെ വർഗത്തിന്റെ ഭാഷയുടെ ഏതെങ്കിലും തരത്തിലുള്ള വൈജാത്യം പാടില്ലാത്ത യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ വൈവിധ്യങ്ങളിൽ ഏകത്വമുള്ള ഈ രാജ്യത്തിന്റെ മണ്ണിലാണ്
ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കൊക്കെയോ രാജ്യത്തെ തീറെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളുടെ പുരയിടം തകർത്തിട്ട് അവിടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താൻ ഇവിടുത്തെ ചില ആളുകൾ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേടിന്നെ അല്ലേ? ന്യൂസൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആൾക്കാർ പറയാം പേടിച്ചോളി മുസ്ലിങ്ങൾ, എങ്ങൾക്കൊക്കെ ഇതാണ് വരാനുള്ളത്. സൗകര്യമില്ല, പേടിക്കാൻ മനസ്സില്ല. ഇതിനേക്കാൾ വലിയ തീച്ചൂളയിൽ മുളച്ചു പൊങ്ങിയ മതത്തിന്റെ അനുയായികളെ നിയമം കാണിച്ച് പേടിപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് സൗകര്യമില്ല എന്ന് പറയാനുള്ളത്. മാക്സിമം ചെയ്താൽ കൊല്ലും അല്ലേ? മുഅ്മിനായതിന്റെ പേരിൽ കൊന്നുകളയുന്നത് കൊണ്ട് ഒരാൾക്കും ഒരു ബേജാറില്ല. എവിടെയും കടന്നു കയറിയിട്ടോ ആരെങ്കിലും ആക്രമിച്ചിട്ടോ ഇവിടെ തീവ്രവാദം പറഞ്ഞിട്ടോ ഒന്നുമല്ലല്ലോ. തങ്ങളുടെ മതമേലാളന്മാർ സ്ഥാപിച്ചെടുത്ത ആ തീവ്ര സ്വഭാവമുള്ള മതരാഷ്ട്രവാദം സ്ഥാപിക്കാൻ വേണ്ടി കൊന്നൊടുക്കാനുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തുമ്പോൾ ബേജാറാകൊന്നും വേണ്ട. ഇവിടുന്ന് നാട് കടത്തും പറയുമ്പോൾ ബേജാറ്, ഇവിടെ നിയമങ്ങൾ ഉണ്ടാവും പറയുമ്പോൾ ബേജാറ്, പൗരത്വമൊക്കെ എടുത്തു കളയെന്ന് പറയുമ്പോൾ ബേജാറ്. അള്ളാന്റെ ഭൂമിയിലല്ലേ ചെയ്യാൻ പറ്റൂ അല്ലേ? ഫിർഔൻ നിങ്ങളെ ഞാൻ ഛേദിച്ച് കളയുമെന്ന് പറഞ്ഞപ്പോ, നിങ്ങളെ ഞാൻ കുരിശിത്തിറക്കുമെന്ന് പറഞ്ഞപ്പോ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ഇജ്ജ് വിധിക്കടോ, നിനക്ക് വിധിക്കാൻ പറ്റിയ ഈ ദുനിയാവിലല്ലേ എന്ന് അന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അള്ളാഹ് പ്രകടമാക്കിയ മുഅ്ജിസത്ത് ബോധ്യപ്പെട്ട ആ മാജിക്കുകാർ പറഞ്ഞെങ്കിൽ ആ ഈമാനാണ് നമുക്കുണ്ടാവേണ്ടത്. മനസ്സിലായല്ലേ? മൂക്കിൽ വലിക്കും ഇങ്ങനെ വലിച്ചൂട് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ പേടിക്കുന്നവരല്ല മുഅ്മിനീങ്ങൾ. നമുക്ക് ഭയമുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ ചോർന്നു പോകുന്നതിന്റെ അടയാളമാണ്. നമ്മൾ പക്വതയില്ലാതെ പ്രതികരിക്കണമെന്നോ എന്തെങ്കിലും ചെയ്തു കൂട്ടണമെന്നോ ഒന്നും നമ്മൾ പറയില്ല. പക്ഷെ പേടിക്കരുത്, പേടിക്കരുത്. നമ്മുടെ മുൻഗാമികൾ ഭയന്നിട്ടില്ല. ഈമാനിന്റെ കരുത്തിലാണ് അവർ മുന്നോട്ട് പോയത്. കൈഫ സബർത യാ ബിലാൽ, ബിലാൽ താങ്കൾ എങ്ങനെ ശമിച്ചു, താങ്കൾ എങ്ങനെ സഹിച്ചു? ശത്രുക്കൾ മക്കയുടെ തെരുവീതിയിലൂടെ കഴുത്തിൽ കയറിട്ട് താങ്കളെയും വലിച്ചു കൊണ്ടുപോകുമ്പോ കൈഫ സബർത യാ ബിലാൽ, ബിലാൽ താങ്കൾ എങ്ങനെയാണ് ക്ഷമിച്ചത്? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഖദ് മസസ്തു ഹലാവത്തുൽ ഈമാനി ബിമറാറത്തിൽ അദാബ്, ശിക്ഷയുടെ കയ്പ് നീരിലേക്ക് ഈമാനിന്റെ മധുരം ഞാൻ ഒഴിച്ചു. ഈമാനിന്റെ മധുരം ഞാൻ ഒഴിച്ചപ്പോൾ ശിക്ഷയുടെ കയ്പ് നീര് എനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. ശരീരം മുറിപ്പെടുന്നുണ്ട്, ബോധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, പലയിടത്തും വലിയ വേദനകളുണ്ട്. പക്ഷേ അതൊന്നും അനുഭവിക്കാൻ ഞാൻ അനുഭവിച്ചിട്ടില്ല. കാരണം ഈമാൻ ഞാൻ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, താൽക്കാലികമായ ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമുക്ക് വിവിധങ്ങളായ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും. വ്യക്തിപരമായി നേരിടേണ്ടി വരും, കുടുംബപരമായി നേരിടേണ്ടി വരും, സാമൂഹികമായി നേരിടേണ്ടി വരും, സാമ്പത്തികമായി നേരിടേണ്ടി വരും. അവിടെ നിന്ന് നമ്മൾ തളർന്നു പോകരുത്. നിങ്ങൾക്കുള്ള റിസ്ക് ആകാശത്തുണ്ട്. അള്ളാന്റെ ഖുർആനാ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഈ ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാ ജന്തുക്കൾക്കും, മനുഷ്യന്മാർക്ക് മാത്രമല്ല, മനുഷ്യനല്ല ഇപ്പൊ ഈ ആശങ്കയുള്ളൂ, ജന്തുക്കൾക്ക് ആശങ്കയുണ്ടോ? ഞാൻ ഇപ്പൊ എങ്ങനെ നാളെ എന്താ കാട്ടുക, നാളെ രാവിൽക്കടി എന്താ ഉണ്ടാക്കുക? ഒരു ടെൻഷനായില്ല ഉണ്ടോ? ഇല്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. നിനക്കുള്ള കച്ചവടം നിനക്ക് തന്നെ വരും, നിനക്കുള്ള പ്രൊഫഷൻ നിനക്ക് തന്നെ വരും. നീ ഇരിക്കേണ്ട ഇരിപ്പിടത്തിൽ നിന്നെ ഇരുത്തും പടച്ചോൻ. പിന്നെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അതെന്തിനാണ്? അല്ലാഹ് ഓരോരുത്തർക്കും ഓരോ ദറജ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദറജയിലേക്ക് അയാൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വലിയ വലിയ പരീക്ഷണങ്ങൾ കൊടുക്കും. പക്ഷെ അയാൾക്ക് മനസ്സിലാവില്ല, പടച്ചോനെ എന്തിനാ എന്നെങ്ങനെ പരീക്ഷിക്കണേ, എന്തിനാ എന്നെങ്ങനെ ഇടങ്ങേറാക്കണേ, എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും തന്നൂടെ എന്ന് ചോദിക്കും ആൾക്കാർ. പക്ഷെ അവനെ അള്ളാഹ് ആ ദർജയിലേക്ക് എത്തിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ക്ഷമിക്കാനും സഹിക്കാനും പ്രതിഫലം ചോദിക്കാനും ഉയരങ്ങളിലേക്ക് എത്തിക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി തേടാനുമാണ് വിശ്വാസികളായ നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഭയന്ന് ആശങ്കപ്പെട്ട് ആധിയിലായി കഴിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. താങ്കൾ താങ്കളുടെ കുടുംബത്തോട്
നമസ്കരിക്കാൻ കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, ആ നിസ്കാരം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം, നല്ലോണം സഹിക്കണം. എന്നിട്ട് കുടുംബത്തിൽ ദീനുണ്ടാക്കിയെടുക്കാൻ താങ്കൾ ശ്രമിക്കണം. ഇന്നിപ്പം ഞാനൊരു നിക്കാഹ് ഖുത്ബ കേട്ട്, അതിൽ മൂപ്പര് പറയാണ്, യു കാൺട്ട് ചേഞ്ച് അതേഴ്സ്, നിനക്ക് മറ്റുള്ളവരെ മാറ്റാൻ കഴിയില്ല. അതൊക്കെ ശരിയാണ്. മാറേണ്ടത് അയാളാണ്, അയാൾക്ക് മാറാനുള്ള നിമിത്തം കൊടുക്കേണ്ട അള്ളയാണ്, അതൊക്കെ റെഡിയാണ്. അതുകൊണ്ട് നീ ആരെയും മാറ്റാൻ ശ്രമിക്കണ്ട. അത് ശരിയല്ല, അത് ശരിയല്ല. കാരണം നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, മാറ്റാൻ ശ്രമിക്കണം. കള്ളുകുടിയനെ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കണം, പലിശ തിന്നുന്നവൻ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കണം, മോശപ്പെട്ട ജീവിതം നയിക്കുന്നവൻ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കണം. യു കാൺട്ട് ചേഞ്ച് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ദാവത്തൊന്ന് എല്ലാം നിർത്തിവെച്ച് ഇനി ഓരോരുത്തർ ഒറ്റയ്ക്ക് വേണമെങ്കിൽ നന്നായിക്കോളി എന്നാ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റൂല. നമുക്ക് പരമാവധി എന്താണോ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് കൽപ്പിക്കുകയാണ്, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, താങ്കൾ താങ്കളുടെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കണം, അതിന് ആ രംഗത്ത് താങ്കൾ ക്ഷമിക്കണം. ബാക്കി എന്താ നിങ്ങള്, ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ, താങ്കളോട് ഞാൻ റിസ്ഖ് ചോദിക്കുന്നില്ല. പണ്ഡിതന്മാർ പറയണത് എന്താ അറിയോ, ഈ ലാ നസ്അലുക എന്താ വെച്ച് കഴിഞ്ഞാൽ, താങ്കളുടെയും താങ്കളുടെ കുടുംബത്തിൻ്റെയും റിസ്ഖ് താങ്കളോട് ഞാൻ ചോദിച്ചിട്ടില്ല, അത് എൻ്റെ ബാധ്യതയാണെന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? താങ്കളെ പോറ്റുക, താങ്കളുടെ മക്കളെ പോറ്റുക എന്നത് എൻ്റെ ബാധ്യതയാണ്. അതിൻ്റെ അർത്ഥം നമ്മളൊന്നും ചെയ്യണ്ടെന്നാ അല്ല. നബി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യഅമലൂ, നിങ്ങൾ പ്രവർത്തിക്കണം. മനസ്സിലായില്ലേ? നമ്മളോട് അന്വേഷിച്ചിറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. തവക്കുലാക്കിയിട്ട് വീട്ടിൽ കുത്തിരിക്കാന്നല്ല, അധ്വാനിക്കാൻ ഇറങ്ങുക, എന്നിട്ട് തവക്കുലാക്കുക. മനസ്സിലായില്ലേ? ചെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാ, പടച്ചോനൊരു വഴി കാണും. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക, എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്താൽ അങ്ങനെയാവോ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവോ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ആയല്ലോ, ഇതൊന്നും നമ്മളി പെട്ടല്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ? മറിയമിനോട് അല്ലാഹ് പറഞ്ഞില്ലേ, വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖലതി തുസാഖിത് അലൈകി റുതബൻ ജനിയാ വകുലി വശ്റബി വഖറി ഐനാ. അല്ലേ? മറിയം പൂർണ്ണ ഗർഭിണിയാണ്. ഈത്തപ്പന മരം പിടിച്ച് കുലിക്കാന് ഗർഭിണിനോടെ എന്തിനാണ്? വെറുതെ ചിന്തിച്ച് ആലോചിച്ച് ഇടങ്ങാറായി നിൽക്കണ്ട, ധൈര്യമായിട്ട് നിന്നോ, പിടിച്ചാണ് കുലുക്കിയാളാറിന്. ഒന്ന് ഉന്മേഷം, ആവേശം, ആലോചന കൂടുതല. കുറെ നമുക്ക് ആലോചന കൂടുതലാ. ഇപ്പൊ ഒരു സഹോദരി വന്നിട്ട് ഭയങ്കര പ്രശ്നം, എനിക്ക് ആകെ പേടി, ആകെ ബേജാറ്. അപ്പൊ എന്താണ്? ആലോചിച്ച് കൂട്ടുകയാണ്. എന്താ ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നം? എനിക്ക് എൻ്റെ ഭർത്താവിനെ നന്നായി ട്രീറ്റ് ചെയ്യാൻ പറ്റൂലേ എന്നൊരു ആശങ്ക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഭർത്താവിനെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നല്ല വേഷം ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അയാളുടെ കൂടെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റണില്ല. നിങ്ങൾക്ക് ചെയ്തൂടെ? നല്ല ഡ്രസ്സുകൾ അലമാരിയില്ലേ, കുളിച്ചു മാറ്റി ഡ്രസ്സ് ഇട്ടോളി, എന്താ കുഴപ്പം? നല്ല ഫുഡ് ഉണ്ടാക്കിക്കോളി, ഒരുമിച്ചിരുന്ന് തിന്നോളി, എന്താ കുഴപ്പം? അപ്പൊ ആലോചന മാത്രമേ ഉള്ളൂ, സ്റ്റെപ്പ് എടുക്കണില്ല. ആലോചന ഓവറായിട്ട് കാര്യമില്ല, കുറേ ആലോചിച്ചിട്ട് കാര്യമില്ല, ആക്ഷൻ അത് വേണം. കുറേ ആലോചിച്ചിട്ട് കാര്യമില്ല, കുറേ പ്ലാൻ ചെയ്യാന്നുള്ളതല്ല, അതിൽ ആക്ഷൻ എടുക്കണം. നമ്മുടെ നാട്ടിലൊരു പള്ളി അത്യാവശ്യമാണല്ലേ, കുറേ ലേ എന്നിട്ട് കാര്യമില്ല, അതിന് എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കണം, എന്നാലേ അവിടെ പള്ളി ഉണ്ടാവുള്ളൂ. ദഅവത്ത് നടക്കണമെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കണം അല്ലേ? ഒരു വീടുണ്ടാക്കണം, എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കണം, എന്നാലേ നടക്കുള്ളൂ, അല്ല ഒന്നും നടക്കൂല. സ്റ്റെപ്പ് എടുക്കാൻ എന്താ ധൈര്യം? അള്ളയാണ് ധൈര്യം. മനസ്സിലല്ലേ? പടച്ചോനോട് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി എന്തും ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ് വലാ തഅജിസ്. നിനക്ക് ഉപകാരപ്രദമായ കാര്യത്തിൽ നീ താല്പര്യത്തോടെ ഇറങ്ങിക്കോ, പഠിക്കാൻ ഇറങ്ങിക്കോ, പേടിച്ചണ്ട. പണിക്കിറങ്ങിക്കോ, പേടിച്ചണ്ട. കച്ചവടത്തേക്ക് ഇറങ്ങിക്കോ, പേടിക്കണ്ട. ഹലാലാണെന്ന് ഉറപ്പിച്ചാൽ മതി. സ്റ്റെപ്പൊക്കെ ഹലാലായിരിക്കണം. വസ്തഇൻ ബില്ലാഹ്, നീ അള്ളാഹിനോട് സഹായം തേടിക്കോ.
അടുത്ത പോയിന്റ് എന്താ? വലാ തഅജിസ്, നീ ദുർബലനാകരുത്, നീ ദുർബലനാകരുത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ വയനാട് ഒരു കുടുംബത്തിലെ എല്ലാവരും മരിച്ച്, ഒരു പ്രവാസിന്റെ, നിങ്ങൾ കണ്ടില്ലേനോ? ആ കുടുംബത്തിലെ എല്ലാവരും മരിച്ച്, അയാൾ മാത്രം ബാക്കി. എന്താ അയാളുടെ ധൈര്യം? പടച്ചോനാണ് ധൈര്യം. അതുകൊണ്ട് ആ പടച്ചോനെ പഠിക്കാനും അറിയാനും ഉൾക്കൊള്ളാനും അതിൽ ശരിക്ക് വിശ്വസിക്കാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോവില്ല. ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരോപണം ഉണ്ടായി, അറിയില്ലേ? ഒറ്റപ്പെട്ടു പോയി യാത്രയിൽ, ആരും കൂട്ടിനില്ലാതെ ഒറ്റക്കായി കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു വരുന്നത്. നബി പത്നി ആയിഷ ബീവിയെ കണ്ടതും അദ്ദേഹം ഇന്നാ ലില്ലാഹ് സൗജത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ ഇത്, ഇന്നാ ലില്ലാഹ് എന്ന് പറയുന്നത് കേട്ട് ആയിഷ ബീവി ഉണർന്ന് അവരവരുടെ മുഖം മറച്ചു. സഫ്വാൻ വാഹനത്തിൽ നിറങ്ങി, ആയിഷ ബീവി വാഹനത്തിന്റെ പുറത്ത് കയറി. നാട്ടിലേക്ക് വന്നപ്പോ കപടവിശ്വാസികൾ വ്യഭിചാരോപണം നടത്തി, നാട് നീളെ പറഞ്ഞ് പ്രചരിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, നിനക്ക് അബദ്ധം സംഭവിച്ചെങ്കിൽ അള്ളാഹു പുറത്തു തരും, അല്ലേ? ഇല്ലെങ്കിൽ അള്ളാഹു സത്യം പുറത്തു കൊണ്ടുവരും. പ്രതീക്ഷയോടെ ദുഃഖം കടിച്ചമർത്തി കാത്തുനിന്നു. ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലോ എന്ന് ആയിഷ ബീവി പറയുന്നതിനേക്കാൾ ആകാശത്തുനിന്ന് മലക്ക് ജിബ്രീൽ ആയത്തുമായിട്ട് വന്നിറങ്ങിയിട്ട് ആയിഷ ബീവി ചാരിത്രവതിയാണ് എന്ന് തെളിയിച്ചു എന്ന് മാത്രമല്ല, ലോകാവസാനം വരെയുള്ള മുഅ്മിനുകളെ കൊണ്ട് അള്ളാഹു ഖുർആനിലൂടെ അത് പാരായണം ചെയ്യിച്ചു. ഈ വിജയത്തിന് പിന്നിൽ ഒരു സീക്രട്ട് ഉണ്ട്. എന്താ പറയുക നിങ്ങൾക്ക്? സഫ്വാൻ ഇബ്നു മുഅത്തലിന്റെ വാഹനത്തിൽ കയറുമ്പോൾ ആയിഷ ബീവി പറഞ്ഞ വാക്ക് ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ എന്നാണ്. ദാറ്റ് ഈസ് ദ സീക്രട്ട്. ഈ വിജയത്തിന്റെ പിന്നിലെ സീക്രട്ട് ആ വാചകമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു നിർഭയത്വം നൽകും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ വ്യസനിക്കണ്ട, പിശാചിന്റെ മന്ത്രണത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോകണ്ട, നിങ്ങൾ ആശങ്കയിലാകണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കെല്ലാം നൽകും. അതാ നമ്മളെ വിശ്വാസം. ഇബ്രാഹിം നബി പറഞ്ഞല്ലേ, ആരാ അല്ലാഹ്? ഹുവ യുത്ഇമുനി വ യസ്ഖീൻ, എന്നെ കുടിപ്പിക്കുന്ന, എന്നെ തീറ്റിക്കുന്ന. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എൻ്റെ രോഗം മാറ്റുന്ന. വല്ലദീ യുമീതുനീ സുമ്മ യുഹീൻ, എനിക്ക് ഞാൻ എന്നെ മരിപ്പിക്കുന്ന, എന്നെ ജീവിപ്പിക്കുന്ന. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, പരലോകത്തെ എൻ്റെ പാപങ്ങൾ പുറത്തു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവനാണ് അല്ലാഹു. അപ്പൊ അള്ളാഹിനെ കുറിച്ച് അറിയുക, അള്ളാഹിനെ കുറിച്ച് പഠിക്കുക, അള്ളാഹുടെ വിശ്വാസം ഉറപ്പിക്കുക, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക. അസ്ഹാബുൽ കഹ്ഫ്, സൂര്യൻ ഉദിച്ചാലും സൂര്യൻ അസ്തമിച്ചാലും ഗുഹയിലേക്ക് വെളിച്ചം വരൂല. പിന്നെ ആരെങ്കിലും എത്തി നോക്കാൻ ശ്രമിച്ചാൽ ഗുഹാമുഖത്ത് നായ നാവും നീട്ടിങ്ങനെ കാവല് നിൽക്കുക. അള്ള 309 കൊല്ലം അവരെ ഉറക്കി. എന്താ ഉറക്കാൻ കാരണം? എന്താ അസ്ഹാബുൽ കഹ്ഫ് പറഞ്ഞത്? വഇദ് അഅ്തസൽതുമൂഹും വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ് فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. നിങ്ങൾ നാടും നാട്ടുകാരുടെ ആരാധ്യ വസ്തുക്കളൊക്കെ ഉപേക്ഷിച്ചില്ലേ? ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ആ ഗുഹയിൽ കയറിക്കോളി. യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതീൻ, അള്ളാഹു അവന്റെ കാരുണ്യം നിങ്ങൾക്ക് വിശാലമാക്കി തരും. പ്രതീക്ഷ കണ്ടാ? അല്ല നിങ്ങൾക്ക് കാരുണ്യം വിശാലമാക്കി തരും. അബൂ സലമ മരിച്ചപ്പോ ഉമ്മു സലമയോട് നബി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറം മിൻഹാ, അല്ലാഹുവേ എനിക്ക് ബാധിച്ച ഈ മുസീബത്തിൽ നീ പ്രതിഫലം നൽകണമേ, എനിക്ക് ഇതിനേക്കാൾ ഖൈറായത് പകരം നൽകണമേ. ഉമ്മു സലമക്ക് ആരെ അല്ല പകരം കൊടുത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. കണ്ട, പിന്നെ എന്തിനാണ് നമ്മളറിയാതെ നമ്മുടെ കാര്യങ്ങൾ അല്ല സെറ്റാക്കുന്നുണ്ട്?
മകൻ എവിടെയെന്നറിയാത്ത ആശങ്കയിൽ കഴിയുമ്പോൾ പൊട്ടക്കിണറ്റിൽ നിന്ന് മാർക്കറ്റിലേക്കും, മാർക്കറ്റിൽ നിന്ന് കൊട്ടാരത്തിലേക്കും, കൊട്ടാരത്തിൽ നിന്ന് അധികാരത്തിലേക്കും അള്ളാഹു യൂസുഫിനെ ഉയർത്തുന്നുണ്ടായിരുന്നു, ബാപ്പ അറിയാതെ. അതാണ് അള്ളാഹിനെ ഏൽപ്പിച്ച ആളുടെ ഒരു മെച്ചം. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ നിർഭയത്വമുള്ളവരാകണം, ഭയമില്ലാത്തവരാകണം, ആധിയില്ലാത്തവരാകണം. ഒരു കാര്യത്തിലും എല്ലാം പടച്ചോന്റെ അടുത്താണെന്ന് വിശ്വസിക്കുന്ന നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് ഓർത്തും ആധിയോ ആശങ്കയോ ഉണ്ടാകേണ്ടതില്ല. അപ്പം അമ്നിനുള്ള ഒന്നാമത്തെ സബബ് ഈമാനാണ്. അമ്ന്, നിർഭയത്വം അത് നഷ്ടപ്പെടുത്തി കളയുന്നത് ഈമാനിന്റെ കുറവാണ്. ശിർക്ക് സംഭവിച്ചാൽ അത് പോവും. ഖുർആൻ പച്ചക്ക് പറഞ്ഞതാണ്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, വിശ്വസിച്ചവർ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിൽ ളുൽമ് കലർന്നിട്ടില്ല. എന്താ ളുൽമ്? ഇന്ന ശിർക ലളുൽമുൻ അദീം, ശിർക്കാണത്. ആ ളുൽമ് കലരാത്ത മുഅ്മിനീങ്ങൾക്ക് ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ശിർക്ക് കലരാത്ത ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് നിർഭയത്വമുണ്ട്, ഹിദായത്തുണ്ട് എന്ന് അള്ളാന്റെ ഖുർആൻ പറയാം. ശിർക്കുണ്ടായ എന്താ കുഴപ്പം? ഉള്ള ധൈര്യം പോവും. ഇടക്കിടക്ക് ഇങ്ങനെ അവിടെയും ഇവിടെ പോകേണ്ടി വരും. അവിടെ ഒരു തങ്ങളുണ്ട്, ഇവിടെ ഒരു ബീവി ഉണ്ട്, അവിടെ ഒരു വേറെ നഗരമുണ്ട്, ഇവിടെ ഒരു വേറെ ടീമുണ്ട്. അങ്ങനെ ഇതിലിങ്ങനെ നടക്കേണ്ടി വരും, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്. അതുകൊണ്ട് ആ ശിർക്ക് ചെയ്തവന്റെ ഉപമ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ഓൻ ഇരിപ്പുറക്കൂല, ഓന്റെ ഡൗട്ട് തീരൂല. ഓനെ ഇറയപ്പുറത്തുനിന്നൊരു ഒച്ച കേടുമ്പോത്തിന് പേടികാരം. ഓൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോത്തിന് അത് അവരങ്ങനെ ചെയ്താണ്, ഇവരിങ്ങനെ ചെയ്താണ്, ആശങ്കയായിരുന്നു. പിന്നെ മൗലവിമാരെ വിളിച്ച്, അവരെ വിളിച്ച്, ഇവരെ വിളിച്ച് ഓന്റെ പോക്കറ്റ് അങ്ങനെ കാലിയാവുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു മെച്ചം ഉണ്ടാവില്ല. അതുകൊണ്ട് ശിർക്കില്ലാത്ത ഈമാൻ അത് നമുക്ക് നിർഭയത്വം നൽകും. ആ ഈമാനിന്റെ വർധനവിനെ സഹായിക്കുന്ന ഖുർആനുമായുള്ള ബന്ധം, ഖുർആനിലേക്ക് നമ്മൾ കൂടുതൽ 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 അടുക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. എത്രയോ ആൾക്കാർ, വലിയ വലിയ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ വരെ അവരുടെ ഫ്രസ്ട്രേഷൻ ഇല്ലാതാക്കുന്നത് ഖുർആനിലൂടെയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാണെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഖുർആൻ ഫാത്തിഹ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. ഫാത്തിഹ ഒന്നാമത്തെ ആയത്തെന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും ലോകരുടെ രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. എന്തതിൻ്റെ അർത്ഥം? ഈ പ്രപഞ്ചത്തിലുള്ള സകലത് മുഴുവന്റെയും ഉടമസ്ഥനെ റബ്ബുൽ ആലമീൻ എന്താ അറിയോ? മാസിവല്ലാന്ന്, അള്ളയല്ലാത്ത മുഴുവൻ വസ്തുക്കളുടെയും റബ്ബ്. അങ്ങനെ ഒരുത്തനോട് സ്തുതി പറഞ്ഞിട്ടാണ് നമ്മൾ നിസ്കാരം തുടങ്ങണത്. അപ്പൊ എത്രത്തോളം നമുക്ക് മനക്കരുത്തും നമുക്ക് പ്രതീക്ഷയും അള്ളാഹുലുണ്ടാക്കും. ആ നിസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾ തന്നെ അറിഞ്ഞാൽ തന്നെ വലിയ ആശ്വാസം ഉണ്ടാവും. ഇനി പക്ഷെ ആൾക്കാരങ്ങനെ ചൊല്ലുന്നുണ്ട്, അവർക്കാർക്കും ഒന്നും അറിയില്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ കൂടുതൽ കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ആയത്തുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമുണ്ട്. എത്തിനാപ്പം ഞാൻ ഈ ദുനിയാവ് ഇങ്ങനെ ആലോചിച്ച് അടങ്ങാറാണ് എന്ന് നമുക്ക് തോന്നും. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ദുനിയാവിനാണ്, എന്നാൽ ആഖിറത്താണ് എന്നെന്നും നിലനിൽക്കുന്നത്. ആയത്ത് പഠിച്ചതിൻ്റെ തഫ്സീർ പഠിച്ചുമ്പോൾ നമുക്ക് ഈ ദുനിയാവിൽ ഒരു നഷ്ടവും ഉണ്ടാവില്ല. ഉള്ള പെര മതി, ഉള്ള ഫുഡ് മതി, ഉള്ള വാഹനം മതി, ഉള്ള ഡ്രസ്സ് മതി, ഇനി സ്വർഗത്തിനും വേണ്ടി ജീവിക്കുക, അതന്നെ എന്നൊക്കെ തോന്നും. അതാണ് ഖുർആനിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഖുർആനിലേക്ക് നമ്മൾ അടുക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താ സഹോദരന്മാരെ? പ്രാർത്ഥിക്കാം. നമുക്കുള്ള ആശങ്കകളും ആദികളൊക്കെ പടച്ചവനോട് പറയാം. ബലാ മുസീബത്താണ് പേടിക്കണമെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർക്കിൽ ശഖാഇ വസൂഇൽ ഖദാഇ വശമാതത്തിൽ അദാഇ. അല്ലാഹുവേ, വലിയ വലിയ പരീക്ഷണങ്ങൾ, താങ്ങാനാകാത്ത പരീക്ഷണങ്ങൾ
ബാധിക്കുന്ന രക്ഷ ചോദിക്കുന്നു നിന്നോട്. ലാ തുഹമ്മിൽ അലൈന, ഖുർആൻ പറഞ്ഞല്ലേ, മാലാ തോക്കത്തലനാ ബി, ഞങ്ങൾക്ക് സഹിക്കാൻ തോക്കത്തില്ലാത്തത് നീ ഞങ്ങളെ മേൽ വഹിപ്പിക്കല്ല പടച്ചോനെ. അപ്പൊ നമുക്ക് എന്തിനൊക്കെയുള്ളയാണോ ആധിയുള്ളത്, നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, നമ്മുടെ സാഹചര്യം എന്താണോ, ഏത് സാഹചര്യത്തിലും നമുക്ക് പടച്ചോനോട് പ്രാർത്ഥിക്കാം. അത് ചെറുപ്പം മുതൽക്കേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുട്ടികളെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലോണം പഠിപ്പിച്ച് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് വിട്ടിട്ട് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് തിരിച്ചു വരുമ്പോൾ ആദ്യം നമ്മൾ പറയിപ്പിക്കേണ്ടത് അൽഹംദുലില്ലാ എന്ന് പറയിപ്പിക്കണം. പ്രാർത്ഥിച്ചതിൻ്റെ റിസൾട്ടാണെന്ന് അവർ പഠിപ്പിക്കണം. നഷ്ടങ്ങൾ സംഭവിച്ചു, എല്ലാവർക്കും കിട്ടിയും വെച്ച് എനിക്ക് മാത്രം കിട്ടിയില്ല എന്ന് പറയുമ്പോഴും നമ്മൾ കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറയണം. ജീവിതത്തിൽ നമുക്ക് ഭയങ്കര പടച്ചോനെ ബസ് കിട്ടുമോ എന്നുള്ളൊരു ആദി നമ്മൾ പായാണ്. നമ്മളിങ്ങനെ ടെൻഷനായിട്ട് കാര്യമുണ്ടോ? ഈ വണ്ടി പോണ സ്പീഡിൽ അത് പോവുള്ളൂ, ഇതിൻ്റെ മുകളിൽ കൂടെ പറക്കാനൊന്നും പറ്റൂലല്ലോ. ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ ആലോചിച്ചു കാറിനൊരു ഫ്ലൈ ഗിയർ ഉണ്ടെങ്കിൽ നന്നായി. റോഡിൽ തിരക്കുണ്ട്. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹ്ലാ, അല്ലാഹുവേ നീ എളുപ്പമാക്കിയതല്ലാതെ ഒന്നും ഇവിടെ എളുപ്പമല്ല. അതുകൊണ്ട് വജഅലിൽ ഹസന ഇദാ ശിഅത സഹ്ലാ, അല്ലാഹുവേ എൻ്റെ ദുഃഖങ്ങളെ നീ എനിക്ക് മാറ്റിയിട്ട് സന്തോഷമാക്കി തരണം, എൻ്റെ പ്രയാസം മാറ്റിയിട്ട് നീ എനിക്ക് എളുപ്പം തരണം. അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. എത്ര എളുപ്പമുള്ള, ഞാൻ സാധാരണ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കല് ട്രെയിൻ പിടിക്കാൻ ഓടുമ്പോഴാ. മനസ്സിലായില്ലേ? നമ്മളവിടെ ചിലപ്പോൾ 3/4 മണിക്കൂറൊക്കെ കാത്തിരിക്കും. ലേറ്റായിട്ട് ചെന്ന് നമ്മൾ ചിലപ്പോൾ 3/4 മണിക്കൂറൊക്കെ കാത്തിരിക്കും. അത്രയും ലേറ്റ് കയറാം ട്രെയിന്. മനസ്സിലായില്ലേ? കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയതായിരിക്കാം. പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹ്ലാ, അല്ലാഹു നീ എളുപ്പമാക്കിയതല്ലാത്ത ഒന്നും എളുപ്പമല്ല. പൈസ വേണമെങ്കിൽ ആരോട് നമ്മൾ ചോദിക്കുക? പൈസക്കാരനോടല്ലേ? അല്ലേ? അല്ലാഹ് അൽ ഗനിയാണ്. അല്ലാഹ് ഫഖറില്ലാത്ത, ഒരു കുറവുമില്ലാത്ത, ഒരാളും അതിജയിക്കാത്ത ഗനിയും അസീസുമാണ്. അല്ലാഹ് കൊടുക്കാൻ മടിയില്ലാത്ത കരീമാണ്, അൽ വഹാബാണ്, അൽ മുഅത്തിയാണ്, അൽ മന്നാനാണ്, അർ റഹ്മാനാണ്, അർ റഹീമാണ്. ഉപജീവനത്തെക്കുറിച്ചല്ലേ ആശങ്ക? അല്ലാഹ് റസ്സാഖാണ്, ദുൽ ഖുവ്വത്തിൽ മതീൻ, അതീവ ഖുവ്വത്തിന്റെ ശക്തിയുടെ ഉടമസ്ഥനാണ്. അല്ലേ മൂസാ നബി പ്രാർത്ഥിച്ച റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി, എൻ്റെ കാര്യം നീ എളുപ്പമാക്കി തരണം. നേരെ ചെന്നു ഫിർഔനോട് നേരെ സംസാരിച്ചു. ആരോടും സംസാരിക്കാത്ത, ആരെയും കേൾക്കാത്ത ഫിർഔൻ കേട്ടു. ഫിർഔന് മനസ്സിലായി. എന്താ മനസ്സിലായത്? ആരാ റബ്ബും ചോദിച്ചപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായി. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാതെ വേറെ ചോദ്യം ചോദിച്ചത്. അല്ലേ? ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുക ചെയ്ത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായി എന്നല്ലേ എൻ്റെ അർത്ഥം? അല്ലേ? അപ്പൊ ഞങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ എന്താണ്? അപ്പൊ അതിനുള്ള മറുപടിയും കൊടുത്തു. മുഅസ്സത്ത് കാണിച്ചു കൊടുത്തപ്പോൾ മാജിക് ആണെന്ന് പറഞ്ഞു. ഇത് മാജിക്കാണ്, ഇതിനെ തോൽപ്പിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഫിർഔൻ തന്നെ ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചു. അതും എല്ലാവരും കൂടുന്ന യൗമുസ്സീനയിലാകട്ടെ, ചന്തയുടെ ദിവസമാകട്ടെ എന്ന് തീരുമാനിച്ചു. ഫിർഔൻ തന്നെ പബ്ലിസിറ്റി, അക്കോമഡേഷൻ, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, വെന്യൂ അറേഞ്ച്മെന്റ്സ്, എല്ലാ വകുപ്പും ഫിർഔൻ ഒറ്റക്ക്. ഏത് നമ്മുടെ സ്വാഗത സംഘത്തിന്റെ എല്ലാ വകുപ്പും ഫിർഔൻ ഒറ്റക്ക്. മൂസാ നബിക്ക് എന്തേ പണി ഉണ്ടായിട്ടുള്ളൂ? അന്ന് വന്നിട്ട് ആ വടി എഴുതുന്ന പണി ഉണ്ടായിട്ടുള്ളൂ. എന്താ മൂസാ നബി പ്രാർത്ഥിച്ചത്? യസ്സിർലി അംരി, എൻ്റെ കാര്യം നീ എളുപ്പമാക്കി തരണം. അപ്പൊ പ്രാർത്ഥിക്കുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കണം അറിയോ? മൂക്കിനുമ്പിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ദൃഢബോധ്യത്തോടെ പ്രാർത്ഥിക്കണം. ബോധത്തോടെ സത്യസന്ധമായി പ്രാർത്ഥിക്കണം. നിഷ്കളങ്കമായി, നിഷ്കപടമായി, ഹറാമിൽ നിന്ന് മുക്തനായി പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥനയാണ് നിർഭയത്വത്തിനുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ അടുക്കുക, നിസ്കാരത്തിലൂടെ, ദിക്റിലൂടെ, ദുആയിലൂടെ. അപ്പൊ അല്ലാഹ് നമ്മളെ സംരക്ഷിക്കും. റസൂൽ പറഞ്ഞില്ലേ, കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന കാത് ഞാനാകും, പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും ഞാനാകും. ആരാണത്?
ഫർളായ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുത്ത് സുന്നത്തായ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയ എൻ്റെ വലിയ മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിഹർബ്. എൻ്റെ വലിയുമായിട്ട് ആരെങ്കിലും യുദ്ധത്തിന് വന്നാൽ അവനെതിരെ യുദ്ധത്തിനിറങ്ങുന്നത് ഞാനായിരിക്കും പടച്ചോൻ പറഞ്ഞ. അതുകൊണ്ട് അള്ളാന്റെ വലിയാകാൻ നോക്കി. എവിടുന്ന് 2 പച്ചക്കുപ്പായം കിട്ടുമോ നോക്കല്ല, മനസ്സിലായില്ലേ? പിന്നെന്താ? അള്ളാഹുവിലേക്ക് ഫർളായ കർമ്മങ്ങളിലൂടെ അടുക്കാനും സുന്നത്തായ കർമ്മങ്ങളിലൂടെ പടച്ചോന്റെ ഇഷ്ടം നേടാനും. അതാണ് ഫർള് കണിശമായി ചെയ്യുക, സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടിക്കലാക്കുക. ഇപ്പൊ താടി കൊണ്ട് എന്താ മെച്ചം? പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് കൂലി കിട്ടുകയാണ്. സുന്നത്താണ്. നെരിയാൻ്റെ മുകളിൽ പേൻ്റെ സുന്നത്താണ്. താഴെപ്പോകല് ഹറാമാണ് അല്ലേ? സുന്നത്ത് പറഞ്ഞത് എടുത്താ കൂലിണ്ട്, എടുത്താ ഒഴിവാക്കിയ ശിക്ഷയല്ല എന്നല്ല. അത് ഹുക്കുമ് പറയുമ്പോഴാണ് ആ അർത്ഥം പറയാം. ഇത് സുന്നത്താണ് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു ചര്യയാണിത് എന്നാണ് ഇത് നബിയുടെ സുന്നത്താണെന്ന് പറഞ്ഞ അർത്ഥം. അല്ലാതെ എടുത്താ കൂലുണ്ട് ഉപേക്ഷിച്ചാൽ കുറ്റല്ല എന്നല്ല. അതൊരു കാര്യത്തിന്റെ വിധി പറയുമ്പോഴാണ് ആ മീനിങ് പറയാ. അപ്പൊ സുന്നത്തായ എന്തെല്ലാമുണ്ട്? ദിക്റുണ്ട്, ദുആയുണ്ട്, നിസ്കാരങ്ങളുണ്ട്, നോമ്പുകളുണ്ട്, ധാരാളമുണ്ട്. ഫഅഇന്നി അലാ ദിക്രിക ബികസ്റതി സുജൂദ്. എന്റെ കൂടെ സ്വർഗത്തിൽപ്പെടാൻ നീ ധാരാളമായി സുജൂദ് ചെയ്യണം എന്നാ നബി പറഞ്ഞത്. എങ്ങനെ ധാരാളമായി സുജൂദ് ചെയ്യുക? ഫർളിന് പുറമെ സുന്നത്ത് വർദ്ധിപ്പിക്കുക അല്ലേ? സുബൈന്റെ മുമ്പ് എണീറ്റാല് ഏറ്റവും അഫ്ളലായ ടൈമാണ്, നമുക്ക് നിസ്കരിക്കാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിസ്കാരത്തിന്റെ ഘോഷയാത്രയാണ്. എത്ര സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ദീന് പഠിക്കാൻ സമയം കണ്ടെത്തുക, നമ്മുടെ വിശ്വാസം നമ്മൾ ഉറപ്പിക്കുക, നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തുക, പിന്നെ നമ്മുടെ സമയത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ പിന്നെ കാര്യങ്ങളെ ഒക്കെ അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. മനസ്സിലല്ലേ? മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മുഹു പറഞ്ഞല്ലേ, ആഖിറത്ത് ലക്ഷ്യമാക്കി ഒരാൾ ഇറങ്ങിയാൽ ഓന്റെ എല്ലാ കാര്യം അള്ള ഏറ്റെടുക്കുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. നബി നുണ പറയില്ല, അള്ളാഹു വെറുതെ വാഗ്ദാനങ്ങൾ തരൂല. അതുകൊണ്ട് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഇറങ്ങുക. നമ്മുടെ വേഷം അള്ള പറഞ്ഞ മാതിരിയാവുക, നമ്മുടെ കാഴ്ച അള്ള പറഞ്ഞ മാതിരിയാവുക, നമ്മുടെ കേൾവി അള്ള പറഞ്ഞ മാതിരിയാവുക. പിന്നെ നമുക്ക് പേടി ഉണ്ടാവും. എപ്പെന്നോ നമ്മളും പടച്ചോനുമായിട്ട് നല്ലൊരു ബന്ധമല്ലെങ്കിൽ പേടി തന്നെയാണ്. അത് പേടിച്ചോളും വേണം. ആ പേടി നമുക്ക് വേണം. കാരണം ഖുർആൻ പറഞ്ഞതാണ് എന്ത്? അള്ളാഹുവിൻ്റെ ആയാത്തുകളെ വിസ്മരിച്ച് ഹറാമുകളിൽ ആസ്വാദനം കണ്ടെത്തി ജീവിക്കുന്നവരെ ഞാൻ പിടികൂടുന്നു ഖുർആൻ പറഞ്ഞതാണ്. അത് പേടിണ്ടാവും. അത് മനസ്സിൽ കുടിസതുണ്ടാവും. ദുൽമത്ത് ഇരുട്ട് നിറക്കും, പാപങ്ങൾ ഇരുട്ട് നിറക്കും, മനസ്സിൽ ധൈര്യമില്ലാതാക്കും, സെൽഫ് ബിലീഫ്, സ്വന്തത്തിലുള്ള വിശ്വാസം, ആത്മവിശ്വാസം ഇല്ലാതാക്കും, സെൽഫ് കോൺഫിഡൻസ് അതില്ലാതാക്കും, സെൽഫ് റെസ്പെക്ട്, സ്വന്തത്തോടെ ഒരു ബഹുമാനം ഇല്ലാതാക്കും. മനസ്സിലായല്ലേ? അന്നെന്തിനാ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലേ, അങ്ങനെ ചെയ്യണവനല്ലേ, അത് കുടിക്കണവനല്ലേ, അത് ധരിക്കണവനല്ലേ, അങ്ങനെ റിലേഷൻ കൊണ്ടെടുക്കണവനല്ലേ, എൻ്റെ ഫോണും എൻ്റെ മറ്റൊക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ എൻ്റെ കഥ കഴിയൂലേ? അതാണ് കുറ്റബോധം. ആ കുറ്റബോധമുള്ളവന് അസ്വസ്ഥത നീങ്ങൂല, പേടി നീങ്ങൂല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഹറാമിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണം. കണ്ണും കാതും മനസ്സും ഒക്കെ ശുദ്ധമാകണം. ഇന്നിപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് വെച്ചാൽ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ ഉണ്ടാവും, ആണും പെണ്ണും മിക്സഡ് ആയിട്ട്. അതിലാണ് എല്ലാ സങ്കടവും പറയുന്നത്. അതിന് കുറേ ആൾക്കാർ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യുന്നു. പണ്ടത്തെ പ്രണയങ്ങളൊക്കെ 45-ലും 50-ലൊക്കെ വീണ്ടും മുട്ടിട്ട് വിരിയുന്നു. അതിലൂടെ കുറേ കുടുംബ കലഹങ്ങൾ ഉണ്ടാകുന്നു, അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. ഞമ്മക്ക് വെച്ച അതിർവരമ്പുകളിൽ നിന്നില്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാവും. ഖുർആൻ പറയാണ്, വമന്ന അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. ആരെങ്കിലും എൻ്റെ ഉത്ബോധനത്തെ അവഗണിച്ചാൽ കുടുസ്സമായ ജീവിതം ഉണ്ടാവും. അതുകൊണ്ട് ഹറാമിൽ നിന്ന് പൂർണ്ണമായി മാറിന്നാ തന്നെ ഞമ്മക്കൊരു ജീവൻ വെക്കും. മനസ്സിൽ ഈമാനിന്റെ പ്രകാശം ഉണ്ടാവും. അപ്പം നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവും. എവിടെ പോയാലും പടച്ചോൻ എവിടെ ഭയങ്കര തിരക്കാണല്ലോ ആശുപത്രിയിൽ, അതൊന്നും നമുക്കൊരു ടെൻഷനാവില്ല. മനസ്സിലായി? ഇന്ന് കച്ചവടം ഭയങ്കര കുറവാണല്ലോ, അതൊന്നും നമ്മളെ ബാധിക്കൂല.
നമ്മൾ വിചാരിച്ചിറങ്ങിയ കാര്യം നടക്കാതെന്നാലും നമുക്ക് പ്രത്യേകിച്ചൊരു കൂസലുണ്ടാവില്ല. നമ്മൾ ഓക്കെ ആയിരിക്കണം. അള്ളാഹുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാ, ഇന്ന മഇ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ പടച്ചോണ്ട്. ആ ഒരു ഉറപ്പ് അല്ലേ, നമ്മളെ കൂട്ടായ്മക്ക് ആ ഒരു ശക്തി നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് അല്ലേ. പടച്ചോൻ്റെ ഒരു സഹായം കൂട്ടായ്മക്ക് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ കൂട്ടായ്മയുടെ തണലിൽ ജീവിക്കുന്ന അതിൻ്റെ ആളുകളായ നമുക്ക് ആ ഒരു സുരക്ഷ, ആ ഒരു ആശ്വാസം, ആ ഒരു സമാധാനം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഇപ്പോൾ അടുത്ത് നമ്മളൊരു വയസ്സായ രോഗിനെ കാണാൻ പോയി. മൂപ്പരനോട് ചോദിച്ചു, നമുക്ക് മരണം കൊതിക്കാൻ പറ്റുമോ? അള്ളാഹിൻ്റെ അടുത്ത് എളുപ്പത്താൻ വേണ്ടിക്കാർ അദ്ദേഹം ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഇരുന്നിട്ട് ഖുർആൻ ഓതാനും തസ്ബീഹ് അല്ലാനൊക്കെ പറ്റണില്ലേ? പരമാവധി ചൊല്ലിക്കോളി, പരമാവധി ചൊല്ലിക്കോളി, കിട്ടണമൊക്കെ നിങ്ങൾക്ക് ബോണസാണ്. മരിച്ചാൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂലല്ലോ. ഉള്ള സമയം കുറച്ച് ഇടങ്ങേറിന്. പിന്നെ നിങ്ങൾക്ക് രാത്രി 2 മണിക്ക് ശ്വാസം പോവും. പിന്നെ ശ്വാസം കിട്ടാതെ കൗന്നടന്നും ഉരുണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും മാറിയും അങ്ങനെയൊക്കെയാണ് മൂപ്പര് നടക്കാറുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ഏത് സാഹചര്യത്തിലും ഒരു ആശ്വാസമാണ്. മൂപ്പര് എന്നോട് 2 കൊല്ലമായിട്ട് ജമാഅത്തിന് പോയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടണം, നിങ്ങൾ നല്ല കാലത്ത് ജമാഅത്തിന് പോയില്ലേ, നിങ്ങൾ ഇവിടെ ഇരുന്ന് നിസ്കരിച്ചാൽ മതി, പടച്ചോ നിങ്ങൾക്ക് ജമാഅത്തിന്റെ കൂലിയാ തരണേ. നല്ല കാലത്ത് വണ്ടി എടുത്തിട്ട് ആൾക്കാരെ വീട്ടിൽ നിന്ന് പെറുക്കിയിട്ട് ക്ലാസ് എടുക്കുന്നത് കൊണ്ടുപോയിടും മൂപ്പര്. ഇപ്പം മൂപ്പർക്ക് അതിനൊന്നും വയ്യ. അള്ളാഹു ശിഫാവൻ ആജിൽ പ്രദാനം ചെയ്യട്ടെ. നല്ല പ്രയാസമുണ്ട് അദ്ദേഹത്തിന്, അള്ളാഹു നല്ല കൂലി കൊടുക്കട്ടെ. ഒരുപാട് രോഗികളുണ്ട് അല്ലേ. ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മളൊരു മെമ്പർ മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു അവരുടെയൊക്കെ ഖബറിനെ സ്വർഗമാക്കി കൊടുക്കട്ടെ. അപ്പം എന്ത് വെച്ച് കഴിഞ്ഞാൽ, സമാധാനമായിട്ട് ബെഡിൽ അമർന്നിരിക്കേണ്ടി വന്നാലും സ്വസ്ഥമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇരിക്കാൻ പറ്റും. നമ്മൾ ഓക്കെ ആണെങ്കിൽ. ഓക്കെ അല്ലെങ്കിലോ പ്രശ്നം തന്നെയൊക്കെയാണ്. അപ്പോൾ ഈ വയസ്സായ ആൾക്കാരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പരിയിൽ നമ്മൾ ആർക്കും വേണ്ട, നമ്മളെ കെട്ടിയൊക്കും വേണ്ട, മറ്റവർക്കും വേണ്ട, ഒരു ലോൺനെസ് അനുഭവിക്കുന്നു, ഒരു ഏകാന്തത, ഒരു അവഗണന അല്ലേ, ഇങ്ങനെ പലതും ആൾക്കാരിങ്ങനെ പറയും. സത്യത്തിൽ നമ്മൾ നമ്മുടെ സമയം അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ പോയി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആരാധനകളിലും സൽക്കർമ്മങ്ങളിലൊക്കെ നമ്മൾ മുഴുകിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും നമുക്ക് പിടിച്ചിക്കാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയന്ന് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്ക് വളരെ നിർഭയത്വത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ജീവിതം നയിക്കാൻ പറ്റും എന്നത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വലിയ നിഅമത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളെല്ലാവരും ദഅവത്തിൽ, ദഅവാ രംഗത്ത് നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആളുകളെ ക്ഷണിക്കുക, നമസ്കാരം മുറ പോലെ നിർവഹിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ഒരാളെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിർഭയത്വം നൽകും, നിങ്ങളുടെ വിഷമങ്ങൾ അള്ളാഹു നീക്കിത്തരും എന്നൊക്കെ ഖുർആനിൽ അള്ളാഹു നമുക്ക് ഓഫർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ച് വളരെ സേഫായിട്ട് നമ്മൾ കഴിയുക. ഇവിടെ നമുക്ക് കിട്ടുന്നൊരു സമാധാനം, സുരക്ഷിതത്വം എന്നൊക്കെ പറയുന്നത് പ്രയാസങ്ങൾക്കിടയിൽ ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനവും സന്തോഷമൊക്കെയാണ്. എന്നാൽ നമ്മൾ ദീനിയായിട്ട് ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിർഭയത്വം അത് സ്വർഗത്തിലാണ്. ദുഖുലൂഹാ ബിസലാമീൻ, ആമിനീൻ എന്നാണ് സ്വർഗക്കാരോട് അള്ളാഹു പറയുന്നത്. നിങ്ങൾ നിർഭയത്വത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ ആ സ്വർഗമാണ് ശരിക്ക് എല്ലാ ഭയത്തിൽ നിന്നും മുക്തമായിട്ടുള്ള ഒരു ലോകം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ദുഃഖമുണ്ടാകും, ഭയമുണ്ടാകും, ആദികളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അതിൽ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമാധാനം, പ്രതിഫലം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്വസ്ഥത, അള്ളാഹു ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുരക്ഷിതത്വം. ഇതാണെങ്കിൽ മരിച്ചു ചെന്നാൽ നമുക്ക് ഒന്നും ഭയക്കണ്ട, ഒന്നും തന്നെ ഒരു ആധിയിലും ഏർപ്പെടണ്ട,
ഒരു തരത്തിലൊരു നഷ്ടവും നമുക്ക് വരാനില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും വലിയ നേട്ടം അത് സ്വർഗമാണ്, ഏറ്റവും വലിയ നഷ്ടം അത് നരകമാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. സ്വർഗത്തിൽ കയറുമ്പോൾ തന്നെ പറയുന്നത് സമാധാനത്തോടെ, സന്തോഷത്തോടെ, നിർഭയത്വത്തോടുകൂടെ നിങ്ങൾ കയറിക്കൊള്ളുക എന്നാണ്. അതുകൊണ്ട് ഈ വിശ്വാസവും ഈ കർമ്മവും പുൽകിയാൽ നമുക്ക് കിട്ടാനുള്ളത് സുരക്ഷിതത്വത്തിൻ്റെ, സമാധാനത്തിൻ്റെ, നിർഭയത്വത്തിൻ്റെ സ്വർഗമാണ്. അത് ഉറപ്പിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അജണ്ടയായിട്ടുള്ളത്. പെട്ടെന്ന് ആളുകൾ മരിച്ചു പോകുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു, രോഗം ബാധിക്കുന്നു, പെട്ടെന്ന് സ്ട്രോക്ക് ബാധിച്ച്, അറ്റാക്ക് ബാധിച്ച്, വിത്തൗട്ട് റീസൺ ആളുകൾ മരിച്ചു പോകുന്നു, യുവതികളും യുവാക്കളും മരിക്കുന്നു. ഒരുപക്ഷെ നാളത്തെ പത്രത്തിൽ നമ്മുടെ വാർത്തയായിരിക്കാം, നാളെ വാട്സപ്പിൽ ഇന്നാലില്ലക്ക് താഴെ നമ്മുടെ പേരായിരിക്കാം ഉണ്ടാവുക. വളരെ എളുപ്പത്തിൽ അത് നടക്കും. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക, ഒരുങ്ങി നിൽക്കുക. മനസ്സിലായില്ലേ? അവിടെ നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയെങ്കിലേ നമുക്ക് വല്ലതും പിന്നെ നേടി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു നിലക്ക് നമ്മളെല്ലാം ഇരു ലോകത്തും നിർഭയത്വം ഉറപ്പാക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ വീഴ്ചകളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹു ഇന്നലെ നമ്മളെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ പടിഞ്ഞാറ്റുമുറി അബൂ കാക്കയുടെ മകൻ മുഹമ്മദ് ബഷീർ, 52 വയസ്സുള്ള അദ്ദേഹത്തിന്, അല്ലേ, 52 വയസ്സുള്ളൂ. നമ്മൾക്കിപ്പോൾ കുറേ കാലം ജീവിക്കുന്ന കാത്തിരിക്കുകയാണ് കുറേ ആൾക്കാർ, അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ വയസ്സ് 30 വയസ്സാണ്. എൻ്റെ ഭാര്യൻ്റെ വയസ്സാണ്, എൻ്റെ ഭാര്യൻ്റെ കസിനാണ്. കുവൈത്തിൽ നല്ല ഒരു എണ്ണ കമ്പനിയിൽ നല്ല പ്രൊഫഷനാണ്. സുബഹിസ്കാരം കഴിഞ്ഞ് കിടന്ന ആക്കാണ് സ്ട്രോക്ക് ബാധിച്ചത്. നല്ല ആരോഗ്യമുള്ള ഒരു യുവാവിന് സ്ട്രോക്ക് ബാധിക്കും, നമ്മൾ ആരെയും പ്രതീക്ഷിക്കും. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ എല്ലാവർക്കും. നേരത്തെ പറഞ്ഞ ബഷീർക്കും അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ സുഹൃത്ത് റാഷിദിനും അങ്ങനെ മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ഷിഫാ ഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ഈമാനികമായൊരു ജീവിതം നയിക്കാൻ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ മരണം വരെ ഉറച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ സംഭവിച്ചു പോയ വലുതും ചെറുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സ്വർഗ്ഗക്കാരനായിരിക്കുന്ന, നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റബ്ബിലേക്ക് സന്തോഷത്തോടെ മടങ്ങാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു മജ്ലിസ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി കബൂൾ ചെയ്യട്ടെ. കുറച്ചൊക്കെ റിസ്ക് എടുത്തിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയ ഭയങ്കര നഷ്ടം തന്നെയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാവട്ടെ. കൂടുതൽ നന്മകൾ ചെയ്യാനും കൂടുതൽ ആളുകളെ ഈ ദീനിൻ്റെ വഴിയിലേക്ക് എത്തിക്കാനുമൊക്കെ അള്ളാഹു നമുക്ക് ഇൽമും ഈമാനും തഖ്വയും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.